ഈ കോളേജിലെ വൈസ് ചെയർമാൻമാരായി SFK സ്ഥാനാർത്ഥികളായ നടമാടൻ പാപ്പച്ചിയും മുഹമ്മദ് ഇസ്മായിലും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ISUവിലെ സുരേഷ് മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കോളേജ് യൂണിയൻ ചെയർമാനായി SFK സ്ഥാനാർത്ഥി വിനയചന്ദ്രനും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി SFKയിലെ ആലീസ് തോമസും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വേണ്ടി വന്നാൽ പ്രിൻസിപ്പലിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് ലാത്തിച്ചാർജ് നടന്നതെന്ന് വരുത്തണം. പേടിക്കൊന്നും വേണ്ട. ഞങ്ങളൊക്കെ പിന്നെന്തിനാ ജനപ്രതിനിധികളായിട്ടിരിക്കുന്നത്? ശരി, ഓക്കെ. മിക്ക കോളേജുകളിലും പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. ഇതത്ര നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും അടുത്തു തന്നെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും തെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥിതിക്ക്. ആ തിരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നാണ് പ്രതിപക്ഷം കൊട്ടിഘോഷിക്കുന്നത്. അവര് പറയുന്നത് ഏറെക്കുറെ ശരിയാണെങ്കിലും അങ്ങനെ വിടുന്ന അപകടമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയൻ ഭരിക്കുന്ന കോളേജുകളിൽ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് വരുത്തണം. അവർ നാട് ഭരിക്കാൻ ഇറങ്ങിയാലും ഇതാണ് സംഭവിക്കുകയെന്ന് പത്രങ്ങളിൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്നാലേ പ്രതിപക്ഷത്തിന്റെ മാറിയ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് വീണ്ടും ജയിക്കാനാവൂ. അതിനുവേണ്ടി നമ്മുടെ പിള്ളേരെ ഇളക്കി വിടണം. ആവശ്യമുള്ള സഹായങ്ങളെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ ചെയ്തു തരും. വിദ്യാഭ്യാസം അല്പം പൊളിഞ്ഞാലും സാരമില്ല, നമ്മൾ ജയിക്കണം. തെറ്റ് നമ്മൾ ചെയ്താലും എതിർകക്ഷികൾ ചെയ്തതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിലാണ് മിടുക്ക്. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങളിലൊന്നാണിത്. ജയിച്ച SFK ലീഡറടക്കം 9 പേർ ആശുപത്രിയിലാണ്. സാരമായ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ യൂണിയൻ നേതാവടക്കം 17 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി വിജയാഹ്ലാദത്തിൽ മതിമറന്ന SFKക്കാരാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നും അവരാണ് പോലീസിന് നേരെ ഏറുപടക്കമെറിഞ്ഞ് ഒരു ലാത്തിച്ചാർജിന് വഴിയളിയിച്ചതെന്നും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കണം. ശരി സാർ. മാത്രമല്ല, പാവപ്പെട്ട വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചതിന് പോലീസിനെതിരെ പ്രതിഷേധിക്കണം, പ്രകടനം നടത്തണം. ശരി. പിന്നെ നിങ്ങളുടെ കോളേജിലാണ് പാർട്ടിക്ക് ഇത്രയും ദയനീയമായ പരാജയം സംഭവിച്ചത്. കോളേജ് യൂണിയനിൽ SFKക്കാർക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം എന്ത് വന്നാലും കോളേജിൽ സമാധാനം ഉണ്ടാവരുത്. പഠിത്തം മുടക്കണം, സ്റ്റുഡൻസിന് മടുക്കണം. അതിന് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. സമരം ചെയ്യാനാണോ കാരണങ്ങളില്ലാത്തത്? പ്രീ ഡിഗ്രി ബോർഡ്, ഹാൾ ടിക്കറ്റ് പ്രശ്നം, സിലബസ് ഇല്ലാത്ത ചോദ്യങ്ങള്, മാർക്ക് ലിസ്റ്റ് കേസ്, ജാനകിയമ്മ കമ്മീഷൻ, അങ്ങനെ എന്തെല്ലാം കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ കൂടുതലായൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പരാജയം അടുത്ത വർഷത്തെ വിജയമാക്കി നമുക്ക് മാറ്റണം.
അവിടെയില്ല, ദേ ഇവിടെ. ഞാൻ മിനിയെ നോക്കുകയായിരുന്നു. അതെ അതെ, ഞാൻ കണ്ടു. ഞാനിവിടെ വടി പോലെ നിൽക്കുമ്പോ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളാരെ നോക്കാനല്ലേ പിന്നെ ദൈവം കണ്ണെന്ന് പറയുന്ന സാധനം തന്നിരിക്കുന്നത്. പക്ഷെ കണ്ണുണ്ടെന്നും പറഞ്ഞ് കോളേജിൽ നിന്ന് പഠിപ്പിക്കാതെ പെമ്പിള്ളേരെ നോക്കി ഇരുന്നാലേ പിള്ളേര് സാറിന് മര്യാദ പഠിപ്പിക്കും. സാറ് കയറട്ടെ. എങ്ങോട്ടാ? സാറിന്റെ പുതിയ താമസ സ്ഥലത്തേക്ക്. എങ്ങനെയുണ്ട്? വീടൊക്കെ കൊള്ളാം, വലിയ വീടാണല്ലോ. നേരത്തെ താമസിച്ചിരുന്ന വാടകക്കാരെ സാറ് വരുന്നെന്നറിഞ്ഞപ്പോ ഒഴിപ്പിച്ചു. ഇതിന്റെ വാടക എത്ര? 1500 രൂപ. എനിക്ക് ആകെ കിട്ടുന്ന ശമ്പളം 1500 രൂപ. എനിക്കറിയാം. ഓ, അപ്പൊ താൻ ഒരു വഴിയാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. 1500 രൂപ വാടക ഞാൻ കൊടുത്താ പിന്നെന്താ വായു ഭക്ഷണം കഴിക്കോ? വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ടേ? ആ ചൂടാവാതെ സാറേ. വീട്ടുടമസ്ഥയ്ക്ക് വാടക വേണ്ടെങ്കിലോ? വാടക വേണ്ടെന്നോ? അതെ, ദിസ് ഹൗസ് ബിലോങ്സ് ടു മിസ് മിനിക്കെ നായർ. എനിക്ക് വാടക വേണ്ടെങ്കിലോ? എന്നാലും ദേ, ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മിസ്റ്റർ കരുണാകരൻ നായരോട് സംസാരിച്ചാൽ മതി. അദ്ദേഹമാണ് ഭാവിയിലെ മരുമകനെ ഇവിടെ തന്നെ താമസിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ? ദാ, ഇത് ഡൈനിങ് റൂം, അത് ബെഡ്റൂം, ഇത് അടുക്കള. ആ, കഞ്ഞിയും കറിയൊക്കെ തൽക്കാലം തന്നെത്താൻ വെച്ച് കഴിക്കേണ്ടി വരും. അല്ല, സാറിന് കോളേജിൽ പഠിക്കുമ്പോഴേ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒഴിവു ദിവസങ്ങളിൽ ഞാനും കൂടാം ഭക്ഷണം കഴിക്കാൻ. എനിക്ക് ആകെ കൂടെ ഒറ്റ കറിയെ വെക്കാൻ അറിയും. എന്ന് അതും കൂട്ടി ഊണ് കഴിക്കേണ്ടി വരും. എന്ത് കറി? സാമ്പാറെന്നോ പുളിശ്ശേരിയെന്നോ രസമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. തനിക്ക് നിർബന്ധമാണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് സാംബുളിസാം എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ അതിന് വെജിറ്റബിൾ ക്ലമണ്ടോ എന്ന് പറയും. ക്ലമണ്ടം സാറ് തന്നെ കഴിച്ചാൽ മതി. ആ, വുഡ് ബി ഫാദർ ഇൻ ലോ, വുഡ് ബി സൺ ഇൻ ലോ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? അതിനെന്താ, കാണാം. എപ്പോ വേണമെങ്കിലും ഞാൻ റെഡി. കോളേജിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. തൽക്കാലം സാറ് പോയി ഒന്ന് കുളിച്ച് റെഡിയാവും. ചെല്ല്. താമസിച്ചാ ഞാനങ്ങ് പോവും. പിന്നെ വഴിയറിയാതെ ചുറ്റിത്തിരിയേണ്ടി വരും. പെണ്ണാളേ ഇവിടെ നിർത്തിയാ മതി. ഞാൻ കോളേജൊക്കെ ഒന്ന് നടന്ന് കാണട്ടെ. സാറ് വലതുകാലി വെച്ച് തന്നെയാണോ ഇറങ്ങിയത്? ഓ പെണ്ണേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓ, വർക്കി സാർ, എന്നെ മനസ്സിലായോ? പ്രീ ഡിഗ്രിക്ക് ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. രാമേന്ദ്രൻ എത്ര പേരെ കാണുന്നതാ. എന്നാലും ഓർമ്മ വയ്ക്കാൻ ഇതുപോലെ ചില മുഖങ്ങളുണ്ട്. പെട്ടെന്ന് പിടികിട്ടില്ല. 7-8 കൊല്ലം മുമ്പ് കണ്ടതല്ലേ? 6 കൊല്ലമായി കാണും. സാറെന്നാ ഇങ്ങോട്ട് വന്നത്? വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതാ, ഒരു ചേഞ്ചിന് വേണ്ടി. താനെന്താ ഇവിടെ? എനിക്ക് ഇവിടെ അപ്പോയിന്റ്മെന്റ് ആയി, ഇംഗ്ലീഷ് ലെക്ചറായിട്ട്. ഓ, എങ്ങനെ ഒപ്പിച്ചു? ഐ മീൻ, ബുദ്ധിമുട്ടി ഒരു MPയുടെ റെക്കമെൻഡേഷൻ സമ്പാദിച്ചുകൊണ്ട്. എന്തായാലും ആദ്യമായി ജോലി കിട്ടിയത് സാറും കൂടിയുള്ള ഈ കോളേജിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ വേണ്ടായിരുന്നു. കഴിയുന്നത് ഈ പണിക്ക് വരരുത്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ബിക്കോസ് നൗ ടീച്ചിങ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കോൺഡ്രൽ. മനസ്സിലായില്ലേ? ഒച്ചെന്ന്. ഒച്ചിന്റെ സുവോളജിക്കൽ നെയിമാണ് പൈല ഗ്ലോബോസ. എന്നെ ഓമനപ്പേര് വിളിച്ചാണെങ്കിലും ഇവന്മാർ സുവോളജി പഠിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. താമസിക്കാതെ രാമേന്ദ്രനും അവർ പേരിട്ടോളും. മുകളിൽ ഇടതുവശത്താണ് പ്രിൻസിപ്പളിന്റെ മുറി. ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം. പോയി ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ.
ഇവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും ബിഗ് ഷോട്ട്സിന്റെ മക്കളാ. കുറെയൊക്കെ കണ്ട് കണ്ണടയ്ക്കണം, പലതും കേട്ടില്ല എന്ന് നടിക്കണം. എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പലരും പല തരക്കാരാ. എല്ലാ തരക്കാരുമായിട്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. എനിവേ, രാമേന്ദ്രന്റെ തുടക്കം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സിറ്റിയിലെ ഏറ്റവും വഷളം കോളേജായത്. സമയമായി, ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. എഴുതടാ. I am Renji Matthew. ഓ സൈലൻസ് സൈലൻസ് ആളിയാ കലക്കി. സൈലൻസ്. യോ, നമ്മുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ. മിസ്റ്റർ മുസ്തഫ, will you please keep quiet? Sit down. ഇരിയടാ. I am രാമചന്ദ്രൻ. MG രാമചന്ദ്രനാണോ? അല്ല, സാർ എം നമ്പ്യാരാണോ? രാമേന്ദ്രന്റെ കൂടെ സീതയും ഹനുമാനൊക്കെ വന്നിട്ടുണ്ടോ? സീത വന്നിട്ടില്ല, ഹനുമാനും 2-3 കുരങ്ങന്മാരും വന്നിട്ടുണ്ട്. അതൊക്കെ ആരാണെന്ന് അറ്റൻഡൻസ് എടുത്ത ശേഷം ഞാൻ പറയാം. ഒന്നാളിയാ. സ്റ്റാൻഡ് അപ്പ്. ഗെറ്റ് ഔട്ട്. സാർ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. പലരും ഈ ക്ലാസ്സിലുള്ളവരല്ല. നിങ്ങളെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കാം. അല്ല സാറേ, ഞാൻ ക്ലാസ്സിൽ വന്നിട്ടില്ലേ കൈവക്കി വന്നിട്ടില്ല എന്ന് പറയണോ? ഇതെന്താ പ്രൈമറി സ്കൂളാ? അനിത വന്നിട്ടില്ല. അനിത വന്നിട്ടില്ല സാറേ. ആന്റണി സക്കറിയ വന്നിട്ടില്ല. അലക്സ് വന്നിട്ടില്ല. അനന്ത പത്മനാഭൻ വന്നിട്ടില്ല. ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളല്ലാത്തവർക്കും ക്ലാസ്സിൽ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Now those who want to leave the class may go out, please. വാടാ. സാർ പുതിയ ആളായതുകൊണ്ട് ഞങ്ങളെ ഒന്നും ശരിക്കറിയില്ല. താമസിയാതെ മനസ്സിലാവും. ഞങ്ങളിപ്പോ പുറത്തു പോകുന്നത് സാറിനെ പേടിച്ചോ ബോർഡിൽ എഴുതി വെച്ചതുകൊണ്ടോ അല്ല. ഞാൻ ഈ ക്ലാസ്സിൽ തന്നെയാ. ബഹളം ഉണ്ടാക്കണമെന്നോ പഠിക്കണമെന്നോ തോന്നുമ്പോ വരാം. പിന്നെ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണമെന്ന് സാർ പഠിച്ചു വെക്കുന്നത് നല്ലതാ. വരട്ടെ. Hey, this way. Hey, hello. Hey, this way. ഇതല്ലേ വന്ന വഴി? വന്ന വഴിക്കൊന്നും പോകാൻ പറ്റില്ല സാറേ. May I come in, sir? Yes, come in. Thank you, sir. Your name? വിനയൻ. 12 അപ്പം 2 മുട്ടക്കറി 2 ബുഷ 2 പാല് 2 പഴം. 14 റുപ്യ 50 പൈസ. എന്റെ പറ്റിലെഴുതിക്കോ തങ്കമണി. പറ്റിലെഴുതി ഈ തല്ലിപ്പൊളികൾ എന്നെ പറ്റിക്കാണല്ലോ എന്റെ ഗുരുവായൂരപ്പാ. ദീസ് പീപ്പിൾ ആർ ക്രെഡിറ്റിംഗ് മീ. ഈ കുന്തവിടെ തൂക്കിയാലെങ്കിലും കടം പറയില്ല എന്ന് കരുതി. ഇപ്പൊ കടവും അപകടവും രണ്ടും എനിക്ക് തന്നെയാ. പിന്നെ എന്തൊട്ട് കോപ്പിനായത്. കുഞ്ഞുണ്ണേ ഇങ്ങോട്ട് വന്നേട്ടാ. എന്താട്ടാ? നിന്റെ ഈ മരമോന്തമ്മ 2 പെടയാ പടച്ചാലുണ്ടല്ലോ. നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്.
നിന്റെ തലമണ്ടക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ കാശ് തരാത്തോടത്ത് വില കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നിനക്ക് പറഞ്ഞൂടാ ശവി. അത് ചേട്ടനല്ലേ ഓരോരുത്തർ വരുമ്പോ ആവശ്യമുള്ളത് കൊടുക്കാൻ പറയണേ. അതൊരു ബിസിനസ് ട്രിക്കാണ്. ഞാൻ കൊടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് നീ കടം പറയണം. അൽക്കുലത്തുകൾക്കൊക്കെ അന്തവും കുന്തവും ഇല്ലാണ്ട് ചോദിക്കണതൊക്കെ കൊടുക്കാൻ നിൽക്കുക. ഇവറ്റകളുടെ അടുത്ത് അത്രയ്ക്കോട്ട് അല്ലതാനും എന്നാ അത്രയ്ക്കോട്ട് ഇല്ലതാനും എന്ന മട്ടിൽ നിൽക്കണ്ടോ കമ്മാലി. സ്ഥലവും ഗ്യാസും വെറുതെ കിട്ടുമ്പോ ലാഭം ഉള്ളത് കരുതിയാ ഞാൻ ഈ കന്റീൻ തുടങ്ങിയ. ഇപ്പൊ പറ്റു കൊടുത്തില്ലെങ്കിൽ തല്ലും, പറ്റിയ കാശ് ചോദിച്ചാ തല്ലും. സ്റ്റീൽ ഗ്ലാസ് കണ്ടാ കട്ടോണ്ട് പോവും. അത് മാറ്റി കുപ്പി ഗ്ലാസ് ആക്കിയപ്പോ സമരത്തിനും അടിപിടിക്കും എടുത്തോണ്ട് പോയി എറിയും. ഇനി ചിരട്ടെ കൊടുക്കാൻ ചായ. കുഞ്ഞുണ്ണേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണ്ടടാ. ഇവറ്റകള് കാരണം ഞാൻ തെണ്ടും. 100 ഐസാണ്. നിങ്ങളെ രാവിലെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. കുഞ്ഞുണ്ണേ, സാറന്മാർക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്ക, തിന്നട്ടെ. കണ്ണിലാ കരടാ പോയി. എന്തൊട്ടാ അതും പോയി. ഓരോ ബുൾസയും ചായ വാങ്ങിക്കണേ. ബുൾസാക്ക് മുട്ടയില്ല. തങ്കമണിയോട് വാങ്ങിച്ചോണ്ട് പറ. എന്താ തങ്കമണി, മുട്ടയില്ലേ? ഇല്ല, മുട്ട തീർന്നു. തീർന്നെങ്കി വാങ്ങണം. കുഞ്ഞുണ്ണേ, കാലത്ത് ഞാൻ മേടിച്ച മുട്ട അകത്തുണ്ട്. സാറന്മാർക്ക് പുഴുങ്ങിക്കൊട വീങ്ങട്ടെ. അവനാ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നിലുണ്ട്. ഇത് വെച്ചോ. മേലിൽ നിന്നെയോ നിന്റെ ആൾക്കാരെ ഈ കോളേജിനകത്ത് കണ്ടാൽ കൊന്നുകളയും. റാസ്കൽ. രാമേന്ദ്രൻ, ഷോക്കേസിൽ വെച്ചിരിക്കുന്ന 3 കുരങ്ങളെ കണ്ടിട്ടില്ല. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കാര്യങ്ങളും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വന്ന് കേറ. ഇനി ഒരിക്കൽ സൗകര്യം പോലെ വന്നോളാം. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ. ആഹാ, ഇത് കൊള്ളാമല്ലോ. താമസക്കാരനില്ലാത്ത സമയം നോക്കി ഒരു പെണ്ണ് വീട് കുത്തി തുറന്ന് അകത്ത് കയറിയിട്ട് തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുക. ഈ വീട്ടിൽ എന്ത് തോന്നിവാസം കാണിക്കാനും എനിക്ക് അവകാശമുണ്ട്. തന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വാങ്ങിയിടാൻ? 4 പേര് കയറി വന്ന് എന്റെ കണവന്റെ വീട് കാണുമ്പോ അത് തോന്നിയാസം കിടന്നാൽ അതിന്റെ കുറച്ചിൽ എനിക്കാ. സാറ് വരണം.
വാചകമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഫിറ്റ് ചെയ്യാം. എങ്ങോട്ടാ? ഷോപ്പിങ്ങിന്. ഇനി സാധനം കുറെ മേടിക്കാനുണ്ട്. നടക്ക. വാദ്യാർക്ക് നമ്മുടെ വക ഒരു ചെറിയ വാണിംഗ് കൊടുക്കാം. ഇറങ്ങാം. ശരി. മൈ ഗോഡ്, ആരാണ് ഈ വൃത്തിയേട് ചെയ്തത്? ഇപ്പൊ ഇതിൽ പോകാൻ പറ്റില്ല. നമുക്ക് ടാക്സി പോവാം. വീട്ടിൽ ചെന്ന് ഡ്രൈവറെ പറഞ്ഞു വണ്ടി എടുപ്പിക്കാം. ഇന്ന് അവധി ദിവസമാണ്. അമ്മയെ കാണാൻ വന്നാലോ എന്നാലോചിച്ചു. അമ്മയ്ക്ക് വീട് വിട്ടു വരാൻ ബുദ്ധിമുട്ടാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. ഇങ്ങോട്ട് വരണമെന്ന് എന്ന് തോന്നുന്നു അന്ന് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. മിനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പറ്റിയ മരുമോളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ദേ, അവള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു മിനിറ്റ് സ്വൈര്യം തരില്ല. വാതോരാതെ എന്തെങ്കിലും കുലുകുലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആളൊരു സാധുവാണ് കേട്ടോ. ശമ്പളം കിട്ടിയാൽ ഉടനെ കുറെ കാശ് അമ്മയുടെ പേർക്ക് അയക്കാം. വീടൊന്ന് പുതുക്കണം. അത് ശരി, പ്രേമലേഖന എഴുത്താണല്ലേ? ആ, ആണെന്ന് വെച്ചോ. ദേ, തടിമിടുക്കുള്ള ആങ്ങളമാരുള്ള പെമ്പിള്ളേർക്ക് വല്ലതും ആണെങ്കിൽ സൂക്ഷിക്കണം. അവരെങ്ങാനും അറിഞ്ഞാ വെള്ളവനത്തെ ചൂട് പിടിച്ചു തരാൻ ഞാനേ കാണൂ. കത്ത് എന്തായാലും ഒരു സ്ത്രീ ജനത്തിന് തന്നെ. അമ്മയ്ക്കാവും. ഞാനല്ലാതെ പിന്നെ വേറെ ഏത് സ്ത്രീജനമോ സാറിനെ മൈൻഡ് ചെയ്യ? എന്നെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടോ? താനൊരു വായാടിയാണെന്നും സൂക്ഷിക്കണമെന്നും എഴുതിയിട്ടുണ്ട്. അമ്മായി അമ്മയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കുന്നത് നല്ലതാ. എന്റെ അമ്മ ഒരു പാവ പെണ്ണെ. ആദ്യം ഒരു പ്രൈമറി സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട എന്നെ വളർത്തിയത്. അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ആയനെ. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും സെന്റിമെന്റിലായോ? സാർ ഒന്ന് എഴുന്നേറ്റ് നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിങ്ങി വന്നേ. ഫാദറിനായി കാണാനുള്ളതാ. ആദ്യ ദർശനത്തിൽ തന്നെ പുള്ളിക്കാരനൊന്ന് ഇംപ്രസ്ഡ് ആയിക്കോട്ടെ. കമോൺ, എണീക്ക്. പണ്ടത്തെ കാലത്ത് ചെറുക്കനും വീട്ടുകാരും ചേർന്ന പെണ്ണിനെ കാണുന്നത്. ഇപ്പൊ പെണ്ണ് ആ ചെറുക്കനെ കൊണ്ട് അച്ഛനെ കാണിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിങ്ങളൊക്കെ തമ്മിൽ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് എതിര് പറയുന്നില്ല. ഇനിയിപ്പോ എതിർത്ത് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിച്ച് അവസാനം വല്ല അടിയും പറയും പ്രശ്നമൊക്കെ ആയ കേസിന് വക്കാലത്തിന് അച്ഛൻ തന്നെ ചെല്ലണ്ടേ? അത് ശരിയാ. രാമേന്ദ്രൻ ആവുമ്പോ 2 അടി കൊടുത്താലും അവൾ സഹിച്ചോളും. തന്നെത്താൻ സെലക്ട് ചെയ്ത ആളായതുകൊണ്ട് പരാതി ഉണ്ടാവില്ല. അപ്പൊ വല്ലപ്പോഴും 1-2 എണ്ണം ധൈര്യമായിട്ട് കൊടുക്കാല്ലേ? തള്ളയില്ലാത്തതല്ലേ, ആകെ ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി ഞാൻ വളരെ താലോലിച്ച് വളർത്തിയതുകൊണ്ട് ഇവൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ താനെന്തായാലും കുറെ വെള്ളം കുടിക്കും. അതെന്താ? കൊള്ളാം, പട്ടാള ഭരണമല്ലേ. കമ്പനിയിൽ ഇവള് ഡയറക്ടറും ഞാൻ MD-യുവാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് പറയുന്നേ ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലും തഥൈവ. ചുമ്മാതല്ലോ, മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു റെയർ സ്പെസിമെൻ അല്ല അച്ഛൻ. അല്പം പ്രഷർ, ഇത്തിരി ഷുഗർ, ലേശം കൊളസ്ട്രോള് എന്ന് വേണ്ട ഈ പണക്കാരൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ട് നടക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് അച്ഛന്. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ വീണ് ചാവുകയെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് നടത്തിക്കളയാം. താൻ എന്ത് പറയുന്നു? ഉടനെ എന്ന് പറഞ്ഞാൽ? വേണ്ട, ഒരു 3 മാസത്തെ സമയം തന്നിരിക്കുന്നു. അത്രയും നാളുകൂടെ താൻ ബാച്ചിലേഴ്സ് ലൈഫ് എൻജോയ് ചെയ്തോളൂ. അതിനിടയ്ക്ക് ചെയ്യാവുന്ന കുരുത്തക്കേടെല്ലാം ചെയ്തേക്കണം. അത് ഞാൻ ഏറ്റു. അപ്പോ ഈ കർക്കിടകം കഴിഞ്ഞാൽ കല്യാണം. അമ്മയുടെ അഡ്രസ്സിങ് തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. ശരി. എണീക്കാൻ ഇന്നത്തെ കുക്കിംഗ് മേൽനോട്ടം ഞാനാ. കൂടെ വന്ന് കണ്ടുപഠിച്ചോ, ക്ലമണ്ടത്തിന്ന് രക്ഷപ്പെടാം. സ്മോൾ അടിക്കുന്നോ ഈ സമയത്ത്? വേണ്ട, പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. നമുക്ക് പിന്നെ എന്താ പതിവില്ലാണ്ടൊരു ദേശീയ പതാക ഉയർത്തലും പുഷ്പാഭിഷേകവും ഒക്കെ? അടുത്ത ആഴ്ച ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ശരിയാവുന്നുണ്ടോന്ന് 2 ട്രയൽ നോക്കാന്ന് വെച്ചു. പ്രിൻസിപ്പാൾ പതാക ഉയർത്തുമ്പോ ചരടങ്ങാനും കുരുങ്ങി പൂ വീണില്ലെങ്കിലേ
സംഗതി ആകെ ചമ്മലാവും. അതിലും വലിയ ചമ്മല് നടക്കാൻ പോവാ. എന്താ? കോളേജ് യൂണിയൻ ചെയർമാനായ സ്ഥിതിക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തെങ്കിലും 2 വാക്ക് പറയണ്ടേ? നല്ല സ്റ്റൈലും പ്രസംഗം പറഞ്ഞങ്ങനെ തട്ടിക്കൂടെ? അതെ അതെ, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. നിവൃത്തിയില്ലെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അതങ്ങോട്ട് കാച്ചുവിടും. നീ അവളെ കമന്റ് അടിക്കും അല്ലടാ? എന്റെ ഇഷ്ടടാ. പോയിരുന്നല്ലോ പഠിക്കണ കോളേജ് വന്നിരുന്നു ജാട കാണിക്കും. എന്താടാ പോടാ. സംഗതിയൊക്കെ ഞങ്ങൾ ഏറ്റു. ഇവിടെ ഇക്കൊല്ലം ഒറ്റ ദിവസം പോലും ക്ലാസ് നടക്കില്ല. ദേ വേണോ ഇന്ന് തന്നെ തുടങ്ങാം. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? കാരണമൊക്കെ നമുക്ക് സമരത്തിന് ശേഷം ആലോചിക്കാം. അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ എടാ എടാ ക്ലാസ് പോയി പഠിക്കടാ, വായിൽ നോക്കി കേൾക്കാതെ. പിന്നെ ഇന്നലെ SFK-ക്കാര് കണ്ണൂർ ഒരുത്തനെ തല്ലിന്ന് കേട്ടു. മതി, സമരത്തിന്റെ കാരണം അത് മതി. പക്ഷെ എന്തിനാ തല്ലുകൊണ്ടെന്ന് അറിയോ? വല്ല പോക്കിരിത്തരം കാണിച്ചാണ്. അവന്റെ പേരെന്താടാ? പേരൊന്നും അറിയില്ലെന്നേ. ഓ, നേതാവിനാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വല്ല വിദ്യാധരൻ എന്ന് വല്ലതും വെച്ച് തുടങ്ങിക്കും. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ വിദ്യാധരനെ ഇന്ന് ക്ലാസ്സിൽ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ് 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 ISU സിന്ദാബാദ് 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 ISU സിന്ദാബാദ് ISU സിന്ദാബാദ് ISU സിന്ദാബാദ് ISU സിന്ദാബാദ് ISU സിന്ദാബാദ്. എന്താ കാര്യം? കാര്യം സാർ അറിയണ്ട, സാറിന്റെ പണി നോക്ക്. എന്റെ പണി പഠിപ്പിക്കല, അതാ ഞാൻ നോക്കുന്നത്. പഠിത്തമില്ല, സമരം. എന്താ കാരണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ SM കോളേജിൽ വിദ്യാധരൻ എന്നൊരു വിദ്യാർത്ഥി സുഹൃത്തിനെ SFK-യുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇറങ്ങി വേണം, ഇറങ്ങി. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ് ISU സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ലൂക്കോ സാറിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചം? സത്യം പറയാലോ ശശികലെ, ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച പിള്ളേര് സമരം ഉണ്ടാക്കണേന്ന്. കെട്ടിടം പണിയുടെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ പോണെന്ന് 2 ദിവസമായി വിചാരിക്കുന്നതാ. ഇപ്പൊ കോൾ അടിച്ചില്ലേ? ചെല്ലട്ടെ. 16-ാം തീയതി എനിക്ക് കൊല്ലത്തൊരു കല്യാണമുണ്ട്. പോവാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന ലീവൊക്കെ പെമ്പറന്നൂരുടെ പ്രസവ സമയത്ത് എടുത്തു തീർത്തു. എന്റെ ഗുരുവായൂരപ്പാ, അന്നൊരു സമരം ഉണ്ടായി കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു. കാലത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് സ്ഥലം വിട്ടാ ലോസോപ്പെ കൂടാതെ കഴിയാമല്ലോ. അത് ശരിയാ. അല്ല രാമേന്ദ്ര, ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി. എന്താ? ഒരു സൈഡ് ബിസിനസ്സും കൂടെ ആയിക്കൂടെ? മനസ്സിലായില്ല. ഈ 3:30 മണിക്ക് കോളേജ് വിട്ടാ പിന്നെ വീട്ടിലെന്താ ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്, ആ നേരത്തെ ഒരു 10 കാശുണ്ടായിക്കൂടെ എന്ന്. എങ്ങനെ? 10 പിള്ളേർക്ക് ട്യൂഷൻ ആയാലേ മാസം 10,500 രൂപ വീണ് കിട്ടില്ലേ? എനിക്ക് 20 പിള്ളേരുണ്ട്. ഇനി കൂടിയാ ശരിയാവില്ല. 10 പിള്ളേരെ ഞാൻ വീട്ടിലേക്ക് അയക്കാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. അധ്യാപക വൃത്തി ഒരു ബിസിനസ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോ സാറിനെ അറിയിക്കാം. നീ ഗാനം മറന്നോ, നാണം വന്നോ, മിണ്ടാത്തതെന്താണു തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ. നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാൻ അവകാശമില്ല. അനുസരണമുള്ളവരുടെ സ്നേഹം തോന്നൂ. മനസ്സിലായോ? ആരെ കാണിക്കാനാ ഈ മോന്തയും വീർപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേത്തൊരു ചോദിക്കുക. നിനക്കൊക്കെ എന്താ അവിടെ കുഴപ്പം? എനിക്കറിയാം, ഞാൻ തന്നെ കുഴപ്പക്കാരൻ. ഞാനാ നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ച് വഷളാക്കിയത്. സാർ ആരോടാ ഈ സംസാരിക്കുന്നത്? ഇവരോടാ. ഇവരാവുമ്പോ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കൂല, ബഹളമില്ല, കല്ലേറില്ല, എന്നെ അനുസരിക്കും. ഒരു പ്രശ്നവുമില്ല, സുഖം. അത് കൊള്ളാം. സാർ ഇറങ്ങുന്നില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ വിട്ടു പോവാൻ തോന്നുന്നില്ല. ഇവരുടെ കൂടെ ഇവിടെ തന്നെ താമസമാക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. ദിസ് ഈസ് മൈ ഫാമിലി. ഇവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമുള്ള സഹവാസത്തേക്കാൾ നല്ലതാണ് ഈ ജീവികളോടൊപ്പം കഴിയുന്നത്. രാമേന്ദ്രന് മടുത്തു തുടങ്ങിയോ? എങ്ങനെ മടുക്കായിരിക്കും സാർ? ഒരു കാരണവുമില്ലാതെ സമരം ചെയ്യാൻ നടക്കുന്ന കുറെ വിദ്യാർത്ഥികൾ, അവർ സമരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറെ അധ്യാപകന്മാർ, പിന്നെ എങ്ങനെ ഇവിടെ നന്നാവും? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ. തുടക്കക്കാരനായതുകൊണ്ടാണ് രാമേന്ദ്രൻ ഇത്രയും വിഷമം. കുറെ കഴിയുമ്പോ തനിക്കും ഇതൊക്കെ തിരിച്ചോളും. അല്ലേൽ മനസ്സ് മരവിച്ചോളും. സാർ പോസ്റ്റ്.
പ്രിയപ്പെട്ട രാമൂട്ടന് നിന്റെ കത്ത് കിട്ടി. വിവരങ്ങൾ അറിഞ്ഞു സന്തോഷിക്കുന്നു. 3 മാസത്തിനകം നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് മിനിയുടെ അച്ഛൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. അമ്മ അമ്പലത്തിൽ നിന്റെയും മിനിയുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അടുത്ത മാസം ശമ്പളം മേടിച്ചിട്ട് നീ ഇങ്ങോട്ട് കാശ് അയക്കണ്ട. ഇവിടെ ചെലവിനുള്ള കാശ് ഇരിപ്പുണ്ട്. പിന്നെ ഈ കത്തിനോടൊപ്പം ഒരു 2500 രൂപ മണി ഓർഡർ അയക്കുന്നുണ്ട്. നീ അറിയാതെ അമ്മ ചുറ്റിപ്പിടിച്ചുണ്ടാക്കിയ കാശാണ്. ശമ്പളം കിട്ടുന്ന കാശും കൂടെ ചേർത്ത് നീ ഒരു സ്കൂട്ടർ മേടിക്കണം. ചെറുപ്പത്തിലെയുള്ള നിന്റെ ആഗ്രഹമല്ലായിരുന്നു അത്. മോൻ സ്കൂട്ടറിൽ പോകുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. നീ ഒരു ദിവസം അമ്മയും അതിൽ കയറ്റണം. മിനിയോട് അമ്മയുടെ സ്നേഹാന്വേഷണം പറയണം എന്ന് മോന്റെ അമ്മ. അവിടെ ഇരിക്കാം. പുതിയതായിട്ട് സ്കൂട്ടറൊക്കെ മേടിച്ചതല്ലേ? മധുരമാവും അല്ലേ? 2 ഐസ്ക്രീം. കുറച്ചു നാളായി ഞാൻ മിനിയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ എന്നോടൊരു കാര്യം പറയാൻ പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പായാലും അതിനുശേഷമായാലും അമ്മായിയപ്പന്റെ കാശിൽ വിലസുന്നത് എനിക്കിഷ്ടമല്ല. തന്നോട് പറയാനുള്ള ഒരു ഡെലിക്കസി കൊണ്ട് ഇത്ര നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ല. താൻ എനിക്ക് വേണ്ടി ചെലവാക്കിയ ഈ കാശൊക്കെ ആരുടെ? അതെ, സാറിന്റെ അമ്മായിയപ്പന്റെ കാശൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ജോലി നോക്കുന്നതിന് കൃത്യമായി കിട്ടുന്ന ശമ്പളമാണ്. ഇനി സാറിന്റെ അറിവിലേക്കായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. സാറ് താമസിക്കുന്ന വീട് എന്റെ പേരിലാണെങ്കിലും എനിക്കെന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ അച്ഛന്റെ മുമ്പിൽ അങ്ങനെ കൊച്ചാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ മാസവും വാടക അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. ആ, ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോ ഞാൻ തനിക്ക് കടക്കാരനായി. അതെങ്ങനെ? നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കുന്നതിനെ കുറിച്ച് കണക്ക് പറയൂ. ഇറ്റ്സ് നോട്ട് യുവർ മണി, അവർ മൈ മണി. വി ആർ സ്പെൻഡിങ് അവർ മണി. അതൊക്കെ കല്യാണത്തിന് ശേഷമല്ലേ? എന്നാ പിന്നെ കടം തീർക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? എന്റെ കഴുത്തിൽ പെട്ടെന്നൊരു താലികെട്ട്. എനിക്കിനി 2 മാസം കൂടി കാത്തിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറിന്റെ കണക്കിൽ കടം കൂടിന്ന് വരും. എന്റെ അമ്മോ, എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. തന്നോട് ഒരിക്കലെങ്കിലും വാചകം അടിച്ച് എനിക്ക് ജയിക്കണം. ഈ ശീലം അത്ര നന്നല്ലോ. എനിക്കറിയാം. വേണമെങ്കിലേ അനന്തിന്റെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് വേണ്ട. നാളെ എങ്ങനെ ചത്തുപോയാ പിന്നെ ഇതിന്റെ ത്രിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. വേണമെങ്കിൽ മേടിച്ചോണ്ട് പോടെ, ചുമ്മാ സമയം മെനക്കെടുത്താതെ. ചെയർമാൻ ആണെങ്കിലും സംഗതി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം. വെറുതെ ഒന്നും അല്ലല്ലോ, കാശ് കൊടുത്തിട്ടല്ലേ. നല്ല സാധനമാണല്ലോ. ബ്രൗൺ ഷുഗറാണ്, പൂപ്പ കഞ്ചാവൊന്നുമല്ലേ. പുകച്ചു നോക്കിയിട്ട് പറ. കൊള്ളത്തില്ലെങ്കിലേ കാശ് തിരിച്ചു തന്നേക്കാം. എന്താടാ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. വല്ല മരത്തിന്റെ വീട്ടിലും പോയി ഒഴിച്ചാൽ മതി. ഒന്ന് ടോയ്ലറ്റിൽ പോണമെന്ന്. സ്ഥിരം വരുന്നുണ്ട്. ഇത് പിള്ളേർക്കുള്ളതാ. സാറന്മാർക്ക് സ്റ്റാഫ് റൂമിന്റെ അടുത്താ. അറിയാം. എന്താ ഇവിടെ? ഞാൻ വിനീന്റെ കൂടെ വന്നതാ. നല്ല ചോദ്യം. സാധാരണ മനുഷ്യർ ടോയ്ലറ്റ് വരുന്നതിനാ? അപ്പോ നിങ്ങളോടല്ല പറഞ്ഞ. നിങ്ങളേതായാലും സാധാരണ ആളുകൾ വരുന്ന കാര്യത്തിനല്ല വന്നതെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ആർക്കും അറിയില്ല. Come with me.
എന്താ ഇത്? ബ്രൗൺ ഷുഗർ, കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും പിൻഗാമി, വിലയിലും വീര്യത്തിലും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവൻ, അടുത്ത ജനറേഷനെ കാർന്നു നിന്ന ക്യാൻസർ. കൂടുതൽ പറയണോ? ഇവരെന്നെ കണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അല്ല സർ, ഞങ്ങൾ യൂറിൻ ഷെഡിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടെ പലരും വരെയും പോവുകയും ചെയ്തതാ. അവരാരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അല്ല, ഇവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ പറയുന്നത് അത് രാമേന്ദ്ര സാറിനെ കൊണ്ടിട്ടെന്ന്. എങ്കിലോ എന്തിന്? സാറിനറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ രാമേന്ദ്രൻ സാർ വന്ന മുതൽ പുള്ളിക്ക് എന്നോടൊന്ന് വൈരാഗ്യം പോലെ. പഠിക്കാനായി ചെല്ലുന്ന എന്നെ പുള്ളി ക്ലാസ്സിൽ കയറ്റാറില്ല. പഠിക്കാനായിട്ടല്ല സാർ, സമരം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമാണ് ഇവന്മാര് വരുന്നത്. ശരി, ഇനി യൂറിൻ ഷെഡിൽ പോകുമ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയാൽ മതി, ഒന്നിച്ച് പോകണ്ട. ഓക്കെ സർ. ഇറ്റ്സ് എ വാർണിംഗ്. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. സാർ എന്താ അവരെ സസ്പെൻഡ് ചെയ്യാത്തത്? കോളേജ് ക്യാമ്പസിനുള്ളിൽ ഡ്രഗ് സെയിൽ നടത്തുന്നത് വലിയ ക്രൈം തന്നെ, ഐ അഗ്രി. പക്ഷേ നമുക്കെന്താ ഒരു തെളിവ്? അവര് പറഞ്ഞത് ശരിയല്ലേ? ദിവസം എത്ര പേരാ യൂറിൻ ഷെഡിൽ പോകുന്നതാ? അവരുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്കത് കിട്ടിയത്. സോ വി ഡോണ്ട് ഹാവ് എ വാട്ടർ ടൈറ്റ് കേസ്. പിന്നെ മിസ്റ്റർ രാമേന്ദ്രൻ, ആ പിള്ളേര് ഇവിടുത്തെ വലിയ ആളുകളുടെയൊക്കെ മക്കളാ. നിങ്ങൾ വെറുതെ ഏടാകൂടത്തിനൊന്നും പോകണ്ട. വരൂ വരൂ വരൂ, എല്ലാരും വരൂ, എല്ലാരും വരൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എല്ലാരും വരൂ. വരൂ വരൂ, എല്ലാരും വരൂ, വരൂ വരൂ വരൂ. അല്ലയോ ഭാരതീയരായ വിദ്യാർത്ഥികളെ, ഈ ത്രിവർണ പതാകയ്ക്കരികിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ടു ഓൾ ഇന്ത്യൻസ് it secures social, economic and political justice. അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ടിവിടെ നടക്കുന്നതോ, നാളെ സമത്വസുന്ദരവും സമ്പൽ സമൃദ്ധവും വിദ്യാസമ്പന്നവുമായ ഒരു സമ്പൂർണ്ണ ഭാരതം കെട്ടിപ്പടുക്കേണ്ടവരായ നിങ്ങൾ ചെയ്യുന്നതോ, പാർട്ടി പ്രവർത്തനം നടത്താനും കമന്റ് അടിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൂവാനും കല്ലെറിയാനും സമരം ചെയ്യാനും തമ്മിലടിക്കാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും എല്ലാമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി അധ്വാനിക്കേണ്ട നിങ്ങളോട് ഞാൻ ഞാൻ ആംബുലൻസ് വിളിക്കാം. ടേക്ക് ഇറ്റ് ഈസി. അനന്തൻ അറിയാം യൂറിൻ ഷെഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. വിനയം മരിച്ചത് അവർ കൊടുത്ത ബ്രൗൺ ഷുഗർ വലിച്ചതുകൊണ്ടാണ്. എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കൊരു തെളിവ്. അവരുടെ കയ്യിൽ നിന്ന് വിനയൻ അത് വാങ്ങുന്നത് അനന്തൻ കണ്ടുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. കമോൺ, പറയില്ലേ? എനിക്കൊന്നും അറിയില്ല. അനന്തൻ,
അനന്തൻ, അനന്തൻ സത്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പലതും ഇവിടെ ആവർത്തിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും വിനയ ഇനി മടങ്ങി വരാൻ പോണില്ല. ഇല്ല മാഷെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അനന്തൻ, ഒന്ന് റേസ് ചെയ്തേ. രഞ്ജി, രഞ്ജി, സംഗതി കുറഞ്ഞു. ഡ്രഗ്സ് കഴിച്ച് വിനയൻ മരിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവള് ആലീസ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി യൂണിയൻ സമരം ചെയ്യാൻ പോണെന്ന്. അവൾക്ക് എന്താണ് അവനോട് ബന്ധം? ഒരേ പാർട്ടിക്കാരല്ലേ, പിന്നെ നമ്മളെ കരുതേച്ച് കാണിക്കാൻ ഒരു അവസരവും. അത് നമ്മുടെ പാർട്ടിക്കാരെ കരുതേച്ച് കാണിക്കുന്ന പോലെയല്ലേ. ഇത് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കുടുങ്ങുന്നത് നമ്മളാവും. പേന മഷിയുണ്ടോ? എന്നാ കയറ്. മോള് സെനറ്റ് മീറ്റിംഗിൽ എന്തോ സമരം മുളുത്താൻ പോകുന്നു കേട്ടല്ലോ. ആ അതെ, ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ കോളേജിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ്. അല്ല, നീ ആര്? ഈ കോളേജിലെ പിള്ളേരുടെയൊക്കെ രക്ഷാധികാരിയോ? യൂണിയൻ കൗൺസിലർ ആയെന്ന് വെച്ചേ അധികം വിളച്ചൊന്നും വേണ്ട കേട്ടോ മോളെ. വഴിന്ന് മാറൂ. ഏതായാലും നീ സെനറ്റിൽ പ്രശ്നം ഉണ്ടാക്കും. എന്നാ പിന്നെ ദിലീപേ അതൊന്ന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോടി. ഇത് തുടക്കമാ, അടുത്ത പ്രാവശ്യം മേത്ത് തുണി കാണില്ല. വേഗം ആലീസിനെ വിളിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഡ്രസ് മാറ്റിച്ചുണ്ടോ വേഗം. എന്ത് സ്റ്റുപ്പിഡിറ്റി താൻ കാണിച്ചത്? ഒരു സ്റ്റുഡന്റിനെ തല്ലിയിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നുണ്ടോ? ഇപ്പൊ ഇതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അവര് കാണിച്ച പോക്കരത്തിന് ഇത്രയും ചെയ്താ പോരാ. അവരൊന്നും കാണിച്ചില്ലെന്നാ അവര് പറയുന്നത്. എന്റെ മുന്നിൽ വെച്ച്, ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവരത് പറയട്ടെ. കമ്മിറ്റി കൂൾ ഡൗൺ, കൂൾ ഡൗൺ പ്ലീസ്. രാമേന്ദ്രൻ മാപ്പ് ചോദിക്കണം. എന്തിന്? ദിലീപിനെ തല്ലിയതിന്. എന്തിനാ ഞാൻ ദിലീപിനെ തല്ലിയത്? ആളാവാനായിരിക്കും. എനിക്കാളാകാൻ നിന്നെ പോലൊന്നും പോകൃത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കൊണ്ടൊന്നും ഫുട്ബോൾ കളിച്ചോ ക്രിക്കറ്റ് കളിച്ചോ പാട്ടുപാടിയോ പഠിച്ചോ ഒന്നും 10 പേരുടെ മുമ്പിൽ അംഗീകാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഷർട്ടിന് 4 ബട്ടൺ ഊരിയിട്ടും പെമ്പിള്ളാരെ കയറി പിടിച്ചും തെറിപ്പാട്ടും പാടി നടന്നാലേ നിന്നെയൊക്കെ ആരെങ്കിലും തിരിച്ചറിയൂ. ഞാനും ഈ ഷൈനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലയാകുന്നുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ MG കോളേജിലോ പോയി അന്വേഷിച്ചോക്കെ എന്നെ പറ്റി. അവര് പറഞ്ഞുതരും. വെറും രാമേന്ദ്രനല്ല, ചൂടൻ രാമേന്ദ്രൻ. അവര് പറഞ്ഞുതരാണ് എന്റെ ഷൈനിങ്ങിനെ പറ്റി. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട, ദിലീപിനോട് മാപ്പ് ചോദിക്കണം. നോ, സാധ്യമല്ല. ആലീസിനെ അവമാനിച്ചതിനാണ് ഞാൻ അവനെ തല്ലിയത്. ഞങ്ങൾ ആരെയും അവമാനിച്ചിട്ടില്ല പ്രിൻസിപ്പൽ സാർ. ആരെങ്കിലും പറയട്ടെ ഞങ്ങൾ എന്ത് തെറ്റായതെന്ന്. പറയില്ല, ഇവിടെ ഒരുത്തരും പറയില്ല. എനിക്കറിയാം, നീ ഇവിടുത്തെ ഹിറ്റ്ലർ അല്ലേ. സാർ, ആ പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കണം. ആലീസിനെ വിളിക്കൂ. ആലീസിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. വരൂ. കുട്ടിയെ ഇവർ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? Come on, tell the truth. Come on, Alice, tell the truth. Alice, come on, will you please? എന്നെ ആരും അപമാനിച്ചിട്ടില്ല. Alice, what the hell? മിസ്റ്റർ, ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണമെന്നില്ല. ദിലീപിനോട് മാപ്പ് പറയണം. സാർ, ഞാൻ എന്തിനാണ് ഓക്കെ തെറ്റ് ചെയ്തത് ഞാനാണ്. ഈ കുട്ടിയെ ഞാൻ എന്റെ സഹോദരിയായിട്ട് കരുതി. അതെന്റെ തെറ്റാണ്. ദിലീപ് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഞാനല്ല ശിക്ഷിച്ചത്. അതും എന്റെ തെറ്റാണ്. ഓക്കെ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. എല്ലാവരും ക്ലാസ്സിലേക്ക് പോകണം. All of you go back.
സോറി സർ, ഞാൻ സത്യം പറഞ്ഞ അവരെന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. സുഭാഷ് നഗറിലും ജവഹർ സ്ട്രീറ്റിലും ലക്ഷ്മി എടുത്തി പോയിക്കോളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തോളാം. വിനയന്റെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടാണ്. കോളേജിൽ ആകെ ബഹള. ദിവസവും അടിയും കുത്തും വഴക്കൊക്കെയാ. ഒന്നാലോചിക്കുമ്പോ പഠിക്കണ്ടെന്ന് തോന്നുന്നു. അതിന് രാമേന്ദ്രൻ സാറിന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് മര്യാദയ്ക്ക് വണ്ടി കയറാനാ പറഞ്ഞത്. പിടിച്ച് കയറാവനെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അറിയാതെ നീ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന്റെ ചീത്തപ്പേര് ഞങ്ങൾക്കാ. അത് മറക്കാതിരിക്കാൻ ഒരു ചെറിയ മരുന്ന്. എന്റെ അടുത്ത് ഒന്നും ചെയ്യരുത് പ്ലീസ്. മാറടാ പ്ലീസ്. മോൾ ആളൊരു സുന്ദരി കുട്ടിയാണല്ലോ. എന്നെ സർവീസ് സ്റ്റേഷൻ ഇട്ടാ മതി. അവിടുന്ന് കാർ എടുത്ത് ഞാൻ പോകാം. ഇവരെന്താ ഇവിടെ? എന്തെങ്കിലും ഗുലുമാലൊപ്പിച്ചിട്ടുണ്ടാവും. നമ്മളതിനെ അന്വേഷിക്കാൻ പോണേ. എന്താണെന്ന് അറിയണമല്ലോ. വഴിയെ പോയ വയ്യാവരും നമ്മൾ വിളിച്ച് തലേ കയറണോ? സാർ വരണം. ആ പൈലാവർക്കും ശ്രീരാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നാശം. അയാൾ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പെടാണെന്നാ തോന്നുന്നത്. എന്താ ഇവിടെ? എന്താ ഇവിടെ നടക്കുന്നത്? അനന്തം വാ. അനന്തം വരുന്നില്ല. അനന്തം വരും. സാറേ, കോളേജ് വിട്ടില്ലേ? സാറിന് എന്താ ഇവിടെ കാര്യം? അധ്യാപന വിദ്യാർത്ഥിയൊക്കെ അങ്ങ് കോളേജില്. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരെ കൊണ്ട് ഞാൻ പോവും. എന്താ കുട്ടികളെ ഇത്? എന്ത് വഴക്കും മക്കളൊക്കെ? തോന്നത്തെ ജോലി നോക്കണം. ഒന്ന് പിടിയടോ. തന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും പോകണ്ടെന്ന്. താൻ വല്ല പോലീസിലോ പട്ടാളത്തിലോ പോയി ചേരേണ്ട ആളാ. ഒരു കാര്യമില്ലാതെ കൈ മുറിച്ചു. യെസ്, രാമേന്ദ്രൻ ഹിയർ. എന്താ സാറേ ഉറങ്ങിയില്ലേ? ഉറങ്ങിയ പിന്നെ ഫോൺ എടുക്കോ? എന്താ ഉറങ്ങാത്തെ? ഇത് കൊള്ളാലോ. എന്താ ഉറങ്ങാത്ത? ഉറക്കം വരുമോ? എപ്പോഴാ ഉറങ്ങാന്നൊക്കെ ചോദിക്കാനാ താൻ ഈ രാത്രി വിളിച്ചേ? അല്ല, എന്താ ഇത്ര ഉറക്കം വരാതിരിക്കാൻ? വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ തന്നെ കുറിച്ചു. താനൊരു കല്യാണ പെണ്ണായിട്ട് നിൽക്കുന്നത് എങ്ങനെയുണ്ട് സങ്കല്പം? സത്യം പറഞ്ഞ പരമ ബോറാ. അതെന്താ? പളപള തിളങ്ങുന്ന ഒരു പാണ്ടി സാരി ഉടുത്ത്, മേക്കപ്പ് ഇട്ട് മുഖം ചോപ്പിച്ച്, തലയിൽ നിറച്ച് പൂവും വാരിക്കെട്ടി, കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ 50 കിലോ സ്വർണവും തൂക്കി, ആകെപ്പാടൊരു ഇരുത്തി കെട്ടിയ ബൊമ്മ കണക്ക്. പിന്നെ സാറിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയണം. അധികം ജാടകളൊന്നുമില്ലാത്തൊരു സാരി, ഒരു പിങ്ക് നിറത്തിലുള്ളതായിക്കോട്ടെ. പിന്നെന്തൊക്കെയാ വേണ്ടത്? തലയില് അധികം പൂ വേണ്ട. പിന്നെ പെണ്ണല്ലേ, ആഭരണങ്ങളൊക്കെ ഇടാൻ ഒരു മോഹം കാണില്ലേ, അതുകൊണ്ടൊരു കോംപ്രമൈസ്. കഴുത്തിലൊരു 2 മാലയാകാം, അധികം വലിപ്പമില്ലാത്തത്. കാതിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. കയ്യിലൊരു 4 വള വീതം മതി.
ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഇപ്പോ വരാം. നിങ്ങളിങ്ങനെ കണ്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നിങ്ങളല്ലേ വാദി? അതെ. സാക്ഷിയോ? ഞാൻ തന്നെ. സാക്ഷിയും വാദിയും ഒരാൾ തന്നെ ആവുകയാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കെല്ലാം ആരുടെയെല്ലാം പേരിൽ എന്തെല്ലാം പറഞ്ഞ് കേസെടുക്കാം? എന്റെ സ്കൂട്ടർ അവർ നശിപ്പിക്കുന്നത് ഞാൻ തന്നെ കണ്ടത്. എന്റെ കുറ്റമാണോ ഇൻസ്പെക്ടർ? നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ വേണമെങ്കിൽ കേസ് ചാർജ് ചെയ്യാം. സംശയത്തിന്റെ പേര് അവർ അറസ്റ്റ് ചെയ്യാം. പക്ഷെ തെളിവില്ലെന്ന ഒറ്റ കാരണത്തിൽ അവർ പുല്ലുപോലെ കോടതിയിൽ ഇറങ്ങിപ്പോവും. അവസാനം അവര് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്റെ പേരിലല്ല, നിങ്ങളുടെ പേര്. അതിനൊരു സാക്ഷി ഞാനായിരിക്കും. കൃത്യമായി തെളിവുള്ളത് കൊണ്ട് നിങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ വരേണ്ടി വരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. വാദിയും സാക്ഷിയും ഒരാളായാൽ നിയമത്തിന് മുമ്പിൽ യാതൊരു വിലവില്ല മിസ്റ്റർ രാമേന്ദ്രൻ. ഐ എം സോറി. പോലീസ് സ്റ്റേഷൻ കേസുമായി വരുന്ന ഒരാളോട് ഐ ആം സോറി എന്ന് പറയാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ പുറത്തൊരു ബോർഡ് തൂക്കിയിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ. അത് മാറ്റി വേറെ എന്തെങ്കിലും തൂക്കുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഐ ആം ഓൾസോ വെരി സോറി ടു സേ ലൈക്ക് ദിസ്. ഞാൻ പറഞ്ഞതല്ലേ ഇതിലൊന്നും ഇടപെടണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. സ്റ്റോണേജിൽ ഇറ്റ് വാസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവനായിരുന്നു കാര്യക്കാരൻ. ഇന്നതല്ല. പണവും അധികാരവും ഉള്ളവരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല, അധികാരമില്ല. ഹീസ് നോട്ട് ഫിറ്റ് ടു സർവൈവ്. പലതും കാണുമ്പോ നമ്മൾ വീണ്ടും സ്റ്റോണേജിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സാർ? സ്റ്റോണേജിലെ ആയുധമാണല്ലോ ഇവരുടെയും പ്രധാന ആയുധം, സ്റ്റോൺസ്. യെസ്. Calm down, please. It's all right. I'm perfectly all right. Come. No. Come on, leave me. come leave with me. Come. Leave me, please. Come on, please. No. No. Leave me. No. Come on, I said, sir. leave me alone, please. ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? അന്വേഷണം നടത്തി വേണ്ട ആക്ഷൻ എടുക്കാൻ ഞാൻ പോലീസിനെ വിളിച്ചിരിക്കുന്നു. എങ്കിലും ഒരു 5 അംഗ അന്വേഷണ കമ്മീഷനെ കൂടെ നിയമിക്കണം. റിട്ടയർ ചെയ്ത ഒരുപാട് ജഡ്ജസ് ജോലി ഇല്ലാതെ വീട്ടിലിരിക്കട്ടെ. ആരെങ്കിലും ഒരാൾ നേതൃത്വം വഹിക്കും. മിസ്റ്റർ, ഞങ്ങളുടെ ജോലിയെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ആരാ ഇത് ചെയ്തെന്ന്. എനിക്കറിയാം നീ ആ ചെയ്തത്. ഐ വിൽ പ്രൂവ് ഇറ്റ്. എന്തു പറ്റി? തരണം സാറേ. സാറിന് ചുണയുണ്ടായി തരണം. അതെ, ഞാൻ തന്നെ എല്ലാം ചെയ്തത് പാവമാണെങ്കിൽ സ്വയം ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ്. വെറുതെ പറയല്ല സാറേ. സാർ എന്നെ തല്ലിയില്ലെങ്കിൽ ഞാൻ എന്നെ സ്വയം ശിക്ഷിക്കും. ഐ വിൽ പണിഷ് മീ മൈസെൽഫ്. രഞ്ജി, Are you happy? രഞ്ജി, stop it. Rengji, stop it. Are you happy? I will kill. എനിക്കല്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. You are mad. You are mad. You are mad. You are mad. ഇയാൾക്ക് വട്ടാണ്. ഇയാളെന്നെ കൊല്ലാൻ നോക്കുന്നു. ഇയാൾക്ക് വട്ടാണ്. ഈ കഥ ഞാൻ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? തന്നെത്താൻ ഇടിച്ച് ദേഹം മുഴുവൻ മുറിക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതെ, അതാണ് എന്റെ സംശയം. ഐ തിങ്ക് ഹി സൈക്കിക്. അവനെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത്. അവനെയല്ല, നിങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടത്.
ഇത് പ്രൈമറി സ്കൂളൊന്നും അല്ലല്ലോ. ഒരു കോളേജ് അധ്യാപകനും വിദ്യാർത്ഥിയെ തല്ലാൻ അവകാശമില്ല. നിങ്ങൾ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഞാൻ അതിനെ തല്ലുകൊള്ളി തരമൊന്നും കാണിച്ചിട്ടില്ല. മിസ്റ്റർ രാമേന്ദ്രൻ, ഇക്കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട കാര്യമില്ലെങ്കിലും ഞാനിവിടെ ഉള്ളപ്പോൾ സംഭവിച്ചതുകൊണ്ട് പറയുകയാണ്. ഇവർ കണ്ടത് നിങ്ങൾ അവനെ കയറി പിടിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സ്കൂട്ടർ തീവച്ച കേസിൽ നിങ്ങൾക്ക് അവനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. സാഹചര്യ തെളിവുകൾ എതിരാണ്. സാഹചര്യ തെളിവുകൾ മണ്ണാങ്കട്ട. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? വേണ്ടപ്പോ ഞാൻ തന്നെ ചെയ്തോളാം. നമുക്ക് കാണാം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ പഠിപ്പിക്കാൻ വന്നവനാണ്. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന നല്ലത്. സ്റ്റുഡൻസ് ആകെ ഇളകിയിരിക്കുക. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇയാൾ തന്നെ കുക്കപ്പ് ചെയ്ത സ്റ്റോറി അല്ലേ? ഇയാള് മനുഷ്യനെ കടത്തി പുറപ്പിക്കില്ലെന്ന് വന്നത് എവിടുന്ന് കിട്ടി ഇങ്ങനെ വെള്ളത്തിനെ? അയാളെന്റെ ദേഹത്തോട്ടെങ്കിലേ അപ്പൊ പല്ലടിച്ച് താഴെട്ടനെ. ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? കണ്ട കണ്ണൂരും കാസർഗോഡും വല്ലവനും കുത്തിച്ചെത്തുന്ന സമരം ചെയ്യണില്ലേ? നിങ്ങളുടെ ആവശ്യത്തിന് തല്ലുണ്ടാക്കാൻ ഞാൻ വേണം. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരുത്തനും പഠിക്കണ്ട. അധ്യാപകന്റെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥി ആശുപത്രിയിൽ നിന്ന് പത്രത്തിൽ കൊടുക്കണം. വേണമെങ്കിൽ എന്റെ പേരിന്റെ കൂടെ വല്ല സഖാവെന്നോ യൂത്ത് നേതാവെന്നോ കൊടുത്തോ. എന്നിട്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾ മുഴുവൻ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യണം. ആ രാമേന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് 10 ദിവസം പുറത്ത് നിർത്തിയില്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. അയാൾ വരണം. എന്റെ കാര്യം വീണ് മാപ്പി ചോദിക്കണം. സത്യം പറഞ്ഞ അതിനിപ്പോ അങ്ങേര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഓ പിന്നെ മുമ്പ് ഇവിടെ പ്രതിപക്ഷം ഭരിച്ചിരുന്നപ്പോ ഡാം കെട്ടാനുള്ള കോൺട്രാക്ട് കൊടുത്ത അന്നത്തെ മന്ത്രിയുടെ ബന്ധുക്കാരനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വനനശീകരണത്തിന്റെയും പേരും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വെറുതെ പോകുന്ന ബസ്സിനെല്ലാം കല്ലെറിയിച്ചില്ലേ, തീയൊപ്പിച്ചില്ലേ? പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വഴക്ക് നടന്നപ്പോ എതിർ ഗ്രൂപ്പ് നേതാവായ മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ചില്ലേ? അതുകൊണ്ട് തെറ്റിന്റെ ശരിയുടെയും കണക്കൊന്നും എന്നോട് പറയണ്ട. ശരി മാത്രം ചെയ്ത് ഇവിടെ ഒരുത്തന്നെ നേതാവായിട്ടില്ല. അങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങളും വിദ്യാർത്ഥി നേതാവും യൂത്ത് നേതാവും ആയത്? അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇല്ലടോ താൻ ഇവിടെ കയറി കുത്തിയിരിക്കുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. തന്റെ അച്ഛൻ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞ് താൻ പറയുന്ന എന്തും കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്ന കുറെയൊക്കെ നിങ്ങൾ കേൾക്കണം. MLA-മാർക്കും മന്ത്രിമാർക്കും മാത്രമല്ല, കാല് മാറിച്ചോട്ടാൻ ഞങ്ങൾക്കും അറിയാം. അപ്പുറത്ത് ചെന്നാലും ഈങ്കുലാ വിളിക്കാനും തല്ലുണ്ടാക്കാനും ഞങ്ങളെയും കേട്ടും. അത് മറക്കണ്ട. ലക്ഷ്മി എടുത്തി കിടന്നോളൂ. അധികം വൈകില്ല, എന്നാലും കാക്കണ്ട. വാതിലടച്ചോളൂ, ഞാൻ വരാന്തയിൽ കിടന്നോളാം. അനന്തന്റെ വീട് ഇവിടെയാണോ? ഇതാണ്. വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഇവിടെ വന്നിരുന്ന് വായിക്കാന്ന് കരുതി. കുറച്ചു ദിവസമായി ക്ലാസ്സിലോട്ടൊന്നും കണ്ടില്ല. കോളേജ് വരെ എനിക്ക് പേടിയാ മോശേ. ആ രഞ്ജിയും കൂട്ടി എന്തെങ്കിലും ചെയ്താലോ? എനിക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല. ആകെയുള്ളത് ഒരു ഇടത്തിയാ. പാവം എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ കോളേജിലേക്ക് അയക്കണേന്ന് മാഷിനറിയോ? കാലത്തും വൈകിട്ടും ഇവിടങ്ങളിലെ വീടുകളിൽ മുഴുവനും ഞങ്ങൾ രണ്ടുപേരും കൂടി ബൂത്തിൽ നിന്ന് പാല് മേടിച്ചു കൊടുക്കും. പണിയുള്ളപ്പോ ഇടത്തി ഒരു പ്രസ്സില് കമ്പോസിങ്ങിനും പോവും. പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തണം എന്നൊക്കെ കരുതിയാ കഴിവില്ലാഞ്ഞിട്ടും കോളേജിൽ ചേർന്ന്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. അതെന്താ അനന്ത? പഠിച്ചിട്ടും വലിയ കാര്യമില്ലാന്ന് മനസ്സിലായി. പിന്നെ ഒരാഗ്രഹം കൊണ്ട് പഠിക്കണമെന്നേ ഉള്ളൂ. മാഷിനറിയോ, കഴിഞ്ഞ കൊല്ലം ഒറ്റ ദിവസം പോലും ശരിക്കും പഠിത്തം നടന്നിട്ടില്ല. സമരായിരുന്നു. എന്നിട്ടും ഞാനിതേപോലെ കുത്തിയിരുന്ന് പഠിച്ചു. പരീക്ഷ എഴുതാൻ ചെന്നപ്പോ എന്താ നടന്നേന്നറിയോ? ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഫ്ലാഗ് പോസ്റ്റ് നിന്ന് വീണ് മരിച്ച വിനയൻ. ആൻസർ എഴുതിയിട്ടുണ്ട്, നമ്മൾ കൊടുത്താൽ കേട്ടോ.
ഇതേപടി നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. സാർ ഈ ചെയ്യുന്നത് ശരിയല്ല. എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് ഉത്തരം എഴുതി കൊടുത്തത്, മാസ് കോപ്പിങ്ങിന് കൂട്ടു നിൽക്കുന്നത്. ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നവരെ മണ്ടന്മാരാക്കരുത് കേട്ടോ. വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടെ നിന്ന് എഴുതണം, ഇല്ലെങ്കിൽ പേപ്പർ തന്നെ ഇറങ്ങി പോണം മിസ്റ്റർ. ഇരിക്കട്ടെ അവിടെ. എടാ ഇരിക്കാൻ. ഇല്ല, ഞാനിത് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യും. പ്രിൻസിപ്പലിന് അറിയാത്ത കാര്യമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. പ്രിൻസിപ്പലിന് അറിയാമെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് അറിയില്ലല്ലോ. അതുകൂടെ അറിയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യൂണിവേഴ്സിറ്റി അധികാരികളുടെ ശ്രദ്ധയ്ക്ക്, 2ാം വർഷ BA-യുടെ പരീക്ഷ ഇവിടെ നടക്കുകയാണ്. പഠിച്ചവരും പഠിക്കാത്തവരും എഴുതുന്നു. പരമേശ്വരൻ സാറാണ് സൂപ്പർവൈസർ. പഠിച്ചവർ ആലോചിച്ച് ഉത്തരം എഴുതുമ്പോൾ പഠിക്കാത്തവർ പുസ്തകം തുറന്നുവച്ച് ഉത്തരം കോപ്പിയടിക്കുന്നു. കണ്ണുദോഷമില്ലാത്ത പരമേശ്വരൻ സാർ കണ്ണടയ്ക്കുന്നു. പ്യൂൺ കയറി വന്ന് ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു ഉത്തരക്കടലാസ് പരമേശ്വരൻ സാറിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് രഞ്ജിയെ ഏൽപ്പിക്കുന്നു. രഞ്ജിയുടെ കയ്യിൽ നിന്നും എത്ര പണം പരമേശ്വരൻ സാർ വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. താൻ അത്രയ്ക്കും കാണാവണ്ട. ഗിവ് ബാക്ക് മൈ പേപ്പർ. കോപ്പി അടിച്ചതിന് തന്നെ പിടിച്ചതായിട്ട് ഇക്കഥ മാറ്റി ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്റെ പേപ്പർ ഇങ്ങനെ, എന്റെ ആൻസർ പേപ്പർ ഇങ്ങനെ, എന്റെ പേപ്പർ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ റിപ്പോർട്ട് ചെയ്യും. പേപ്പറിന് വിലയോടും ഞാൻ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യും. പരീക്ഷ എഴുതില്ല. ഞാൻ ഈ നാട്ടിൽ അറിയിക്കും. എന്റെ പേപ്പർ ഇങ്ങനെ ഐ വോണ്ട് അലോ ദിസ്. ഇല്ല, ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. Give back my paper. ഇത് ദ്രോഹമാണ്. No, I won't allow this. താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? സാർ ഇതിന് കൂട്ടി നിൽക്കുകയാണോ? വിനയം പോയിരുന്ന പരീക്ഷ എഴുത്. രാവും പകലും കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണിത്. ഗവൺമെന്റ് ബസ്സിൽ നിന്ന് ചോദ്യക്കടലാസ് നേരത്തെ കിട്ടിയിട്ടും അതുപോലും പഠിക്കാൻ കഴിയാത്ത യുവമാർക്ക് ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ ഇവിടെ പരീക്ഷ നടത്തുന്ന എന്തിനാണ്? വാങ്ങുന്ന കൈക്കൂലിക്കനുസരിച്ച് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊടുത്താൽ പോരെ? പാവപ്പെട്ട വിദ്യാർത്ഥികൾ ജീവിക്കാൻ ഒരു തൊഴിൽ നേടാനാണ് പഠിച്ചു പരീക്ഷ എഴുതുന്നത്. ഇവന്മാർ അതിനല്ല. ക്ലാസും റാങ്കും മേടിച്ച് ഉയർന്ന ഉദ്യോഗം കരസ്ഥമാക്കി വിവാഹ കമ്പളത്തിൽ വരന്മാരെ വിലയ്ക്ക് വാങ്ങുമ്പോ കൂടിയ വിലയ്ക്ക് വിറ്റഴിയാനുള്ള വിൽപ്പന ചരക്കാവാനാണ്. നിങ്ങളൊക്കെ ഇതിന് കൂട്ടുനിന്ന കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പുല്ലിന്റെ വില പോലും ഉണ്ടാവില്ല. നോ, ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി യൂണിവേഴ്സിറ്റി. നോ, ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി യൂണിവേഴ്സിറ്റി. റിപ്പോർട്ട് ചെയ്ത ഡീബാർ ചെയ്യുന്ന തന്നെയായിരിക്കും കോപ്പി അടിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന്. തനിക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ്. ബഹളം ഉണ്ടാക്കാൻ പോയിരുന്ന പരീക്ഷ എഴുത്. I will question this. I will see that you are be taken to jail. I will question this. I will question this. I will report this to the university. You are all criminals. I won't allow this. I won't allow this. I will report this to the university. I won't allow this. I will question this. I will question this. I won't allow this. പരീക്ഷ എഴുതാൻ കഴിയാത്തതിലും എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്തതിലുള്ള വിഷമവും വിനയനുണ്ടായിരുന്നു. രഞ്ജി മെമ്പറായ പാർട്ടിയുടെ എതിർ പാർട്ടിയിൽ അയാൾ ചേർന്നു. ഇലക്ഷൻ നിന്നു. കോളേജ് യൂണിയൻ ചെയർമാനായി. രഞ്ജിയെയും ഗ്രൂപ്പിനെയും എതിർക്കുകയായിരുന്നു വിനയന്റെ ലക്ഷ്യം. പലതും മറക്കാനായിട്ടാ അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവസാനം അതൊരു ശീലായി. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അനന്തൻ എന്താ അന്ന് രഞ്ജിക്കെതിരെ ഒന്നും പറയാതിരുന്നത്? പറയാതിരുന്നിട്ട് തന്നെ അന്നവര് മാഷപ്പ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഒരുപക്ഷെ കൊന്നേനെ. അനന്തൻ പേടിക്കണ്ട. നാളെ മുതലേ താൻ കോളേജിൽ വരണം. മാഷേ, എനിക്കെന്തെങ്കിലും ആയാല് എന്റെ ചേച്ചിക്ക് ആരും ഉണ്ടാവില്ല. അനന്തനൊന്നും ആവില്ല. ഞാനാ പറയുന്നത്. പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത്രയും മതി അനന്ത എനിക്ക്. താൻ നാളെ കോളേജിൽ വരണം. തന്നെ ഞാൻ പഠിപ്പിക്കും. ഞാനുള്ളിടത്തോളം കാലം തന്നെ ആരും ഒന്നും ചെയ്യില്ല. അനന്തം വരുമോ? ഞാൻ വരാം മാഷേ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ ISU സിന്ദാബാദ്. രാമേന്ദ്രന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. കുഞ്ഞിനെ ബാബാ നോക്കി നിൽക്കാണ്ട് അണ്ടർ ഫാളിംഗ് ബ്രേക്കിംഗ് മാറ്റർ റിമൂവ്. എന്തിയേട്ടാ? എടാ നിലത്ത് വിടാ പൊട്ട സാധനങ്ങൾ ഇത് മാറ്റുക. പുറത്താക്ക കച്ചറിയാണ്. എന്തുടനെ പൊട്ടാ? സമരം വരണമെന്ന് ഇംഗ്ലാബാണ്. പിടിച്ചോ പൊട്ടരുത്.
Rabindranath Tagore was the first Indian writer to win the Nobel Prize. He was the youngest son of Maharshi Devendranath Tagore, a rich Bengali aristocrat. Though he had no regular schooling, he grew up in an atmosphere of culture, social and religious zeal. Sit down. നിനക്കെന്താ കൊമ്പുണ്ടോ? അനന്തനെ തൊട്ടുപോരുത്. എന്താ തൊട്ടോ? അവന്റെ ശരീരത്തിൽ ആദ്യം തൊടുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഓടിക്കും. രണ്ടാമത് തൊടുന്നവന്റെ കാല്, മൂന്നാമത് തൊടുന്നവൻ ഈ വാച്ച് സമ്മാനം തരും. ചുണയുള്ളവന്മാരെ തൊട. ഈ കോളേജിൽ എല്ലാ ക്ലാസ് വിട്ടാലും ഈ ക്ലാസ് ഞാൻ പഠിപ്പിക്കും. He read widely and wrote poems, short stories, novels and plays, which changed the course of Bengali literature. The English translation of his Geetanjali അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? പിള്ളേർ സമരം ചെയ്താൽ ചെയ്തോട്ടെന്ന് വെക്കണം, അത് വേണ്ടെന്ന് പറയാൻ നിങ്ങളാരാ? ഈ പയ്യൻ എന്തെങ്കിലും സംഭവിച്ച ആരുത്തരം പറയും? ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടും ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാലേ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്ന സാർ ഉദ്ദേശിക്കുന്നവരാരാ? കുറെ ഗുണ്ടകള്. സാറാണ് അവരെ വഷളാക്കുന്നത്, സാറാണ് അവർക്ക് കൂട്ടു നിൽക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാനല്ല ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്യാൻ നിന്നാൽ ഈ കോളേജിന്റെ പല ഭാഗങ്ങളും ഇടിച്ചു കളയേണ്ടി വരും. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡൊണേഷൻ കൊണ്ടാ മാനേജ്മെന്റ് ഈ കോളേജിലെ ഓരോ കെട്ടിടവും കെട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളാവുമ്പോൾ കുറെ കുസൃത്തരം കാണിച്ചു എന്ന് വരും. അതൊക്കെ സഹിച്ച്, അതൊക്കെ ക്ഷമിച്ച് അവരെ പഠിപ്പിക്കുക ഒരു അധ്യാപകന്റെ ചുമതല. പെൺകുട്ടികളെ കയറി പിടിക്കുന്നതും കത്തിക്കുത്തി നടത്തുന്നതും കോളേജ് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നതാണ് കുസൃത്തരം സാർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് കണ്ട് കണ്ണടക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒരു ഗുണ്ടായിസം കാണിച്ചു പറയുന്നല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ആരും പറയുന്നില്ലല്ലോ. ദാറ്റ്സ് ദ ബിഗസ്റ്റ് ട്രാജഡി ഓഫ് ദിസ് കോളേജ്. ഈ തെണ്ടിത്തരത്തിനെതിരെ ഒരു കുട്ടിയെങ്കിലും ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അവന്മാരെ കമ്പി എണ്ണിച്ചേനെ. ഞാൻ പറയാം സാർ, യൂറിൻ ഷെഡിൽ വെച്ച വിനീനെ രഞ്ജിയും കൂട്ടാൻ ഡ്രഗ്സ് വിറ്റ് ഞാൻ കണ്ടതാ. അവര് മാഷിനെ കല്ലെറിഞ്ഞ എന്റെ മുന്നിൽ വെച്ചാ. ഞാനിത് എവിടെ വേണമെങ്കിലും പറയാം. തന്നോട് ചോദിച്ചില്ല. രാമേന്ദ്രൻ വരുന്നവരെ എനിക്കവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളെ പോലല്ലേ മറ്റുള്ള ലെക്ചറേഴ്സ്? അവർക്കൊന്നും പ്രശ്നങ്ങളില്ലല്ലോ. അവർക്ക് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും? സമരം വന്നാൽ അവർക്ക് വീട്ടിൽ പോവാം, ടിവിയിൽ ക്രിക്കറ്റ് കാണാം, കെട്ടിടത്തിന്റെ ലോൺ ശരിയാക്കാം, ലീവ് എടുക്കാതെ കല്യാണത്തിന് പോവാം. ക്ലാസ് ഇല്ലാത്തപ്പോ അവർ എന്ത് ചെയ്യുന്നു അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഈ സമരത്തിന് കാരണക്കാരൻ നിങ്ങളാ. ദിസ് ഈസ് ദ ഫൈനൽ വാർണിംഗ് ഫോർ യു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഐ വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് യു. സർ, യു ജസ്റ്റ് പ്ലീസ്. നിങ്ങൾക്ക് പോവാം. ദേ, 15-ാം തീയതി കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഓർമ്മയുണ്ടല്ലോ അല്ലേ? വല്ലവരുമായി തല്ലും കൂടി ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് പന്തലി വന്ന് കയറരുത്. ആ, സാറ് പറഞ്ഞ പോലെ തന്നെ സാരി ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാർ എങ്ങനെ കല്യാണ പന്തലിൽ വരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാറിനോട് പറഞ്ഞാലും പിശുക്ക് കാരണം കാശ് കൊടുത്ത് മേടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ മേടിച്ചു. എങ്ങനെയുണ്ട്? എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ അവരെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താ ഇനിയും തല്ലുകൂടാൻ പോണോ? കുറെ അധികം സാറന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിള്ളേരുമായി അടികൂടാൻ പോകുന്ന ഒരെണ്ണത്തിന് ആദ്യമായി കാണുക. ഇതിനൊക്കെ വേണ്ടത് അവന്മാരുടെ വീട്ടിൽ ചെന്ന് പറയാ. മക്കളുടെ യോഗ്യത തന്തയും തള്ളയും കൂടി അറിയട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. One of the men in critical condition.
മമ്മി എന്താ മോനെ? ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു മമ്മി. നിനക്ക് എഴുന്നേറ്റ് ചെന്നെടുത്തൂടെ? ഞാൻ പണം കണ്ടോണ്ടിരിക്കല്ലോ മമ്മി. ആരാണെന്ന് നോക്ക്. ഒന്ന് നോക്ക് മമ്മി. ഓഹോ, ആരാ? ഐ എം രാമചന്ദ്രൻ, രഞ്ജിയുടെ ലെക്ചറാണ്. ഓഹോ, അപ്പൊ താങ്കളാണ് എന്റെ മോനെ തല്ലിയതല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്ത് സംസാരിക്കാൻ? താനാരാടോ, പോലീസോ? ഇവനെ ഞങ്ങൾ കോളേജിൽ അയക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ തല്ലിച്ചതയ്ക്കാനല്ല. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകന് തന്നെ അപകടം. ഇവന് മാനസികമായ എന്താ തകരാറുണ്ട്? തകരാറ് തന്റെ മനസ്സിനാ. കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാതെ ഈ കൊച്ചു പയ്യൻ ഇങ്ങനെ തല്ലുമായിരുന്നു. അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ ശാസിക്കാം. വാദ്യാരാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മകൻ താൻ തോന്നിയായി വളരില്ലായിരുന്നു. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. ഇവന്റെ അച്ഛൻ ഡൽഹിയിൽ നിന്ന് വരട്ടെ. MP മാത്യൂസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തന്റെ പഠിപ്പിക്കല് ഞാൻ നിർത്തിത്തരാം. ഞാൻ പറയുന്നതൊന്ന്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? Will you please get out and get lost? Damn it. സാർ, ഇയാളാണോ ചെയ്തത്?
മൈൻഡ് യുവർ വേർഡ്സ്. ഇയാളാണ് എന്റെ കാർ അടിച്ച് ചേർത്തത്. ആണെന്ന് വെച്ചോ, പക്ഷെ തെളിവുണ്ടോ? നിങ്ങൾ കാർ എടുക്കണമെന്ന് ഞാൻ കണ്ടതാ. ഈ പറയുന്ന കാറ് ആരുടെ? റഞ്ജിയുടെ. അപ്പൊ ഇയാളാണ് വാദിയും സാക്ഷിയും. വാദി സാക്ഷിക്കാരായ തനിക്കെന്താ? കാര്യമുണ്ട്. അതിനുമ്പ് വേറൊരു കാര്യം. മോൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറയണം, രാമേന്ദ്രൻ സാർ പറഞ്ഞു ഇത് കോളേജാണ്, പുറത്ത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ മോൻ സാറിന്റെ സ്റ്റുഡന്റും സാർ മോന്റെ അധ്യാപകനുമാണ്. മോൻ ഇനി മുതൽ ഒരുമാതിരി മര്യാദയില്ലാതെ സംസാരിച്ചാൽ മോന്റെ പല്ലടിച്ച് താഴെടുവെന്ന്. അല്ല, ഈ വാദിയും സാക്ഷിയും ഒരാളായാൽ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വിലയുണ്ടോ ഇൻസ്പെക്ടർ? പിന്നെ താൻ പറയുന്ന കേട്ട് ഇദ്ദേഹം വേണേ കേസ് ചാർജ് ചെയ്യും, സംശയത്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ കോടതിയിൽ നിന്ന് തെളിവില്ലെന്ന കാരണം പറഞ്ഞ് പുല്ലുപോലെ ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. ഇൻസ്പെക്ടറുടെ പേരിലല്ല, തന്റെ പേരിൽ. അതിന് സാക്ഷി ഇൻസ്പെക്ടർ ആയിരിക്കും. കൃത്യമായി തെളിവുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ തന്നെ വരേണ്ടി വരും. ശരിയല്ലേ ഇൻസ്പെക്ടർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. കാം ഡൗൺ, നമുക്ക് അന്വേഷിക്കാം. ഡാഡി ഇങ്ങോട്ട് വന്നോട്ടെ, തന്നെ ഞാൻ കമ്പി എണീച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ നമുക്കെണ്ണാം. ഇതുപോലെ ചിലരൊക്കെ വലിയ മറ്റവന്മാരുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജ് വിലസുന്നുണ്ട്. മയക്കുമരുന്നും ഹോക്കി സ്റ്റിക്കും സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ട്. അവർക്കെതിരെ എനിക്കൊരു കേസ് ചാർജ് ചെയ്യണം. സാക്ഷ്യമായിട്ട് സ്റ്റേഷനിൽ വരാം. കുഞ്ഞുണ്ണേ, എന്താണ്ട് അവിടെ ചുട്ടിക്കളേ? ഡോണ്ട് ഗീവ് ദം വിത്തൗട്ട് ഹാൻഡ് ആൻഡ് അർത്ഥമാറ്റിക്. ഈ ചെറ്റകൾക്ക് കൈയും കണക്കില്ലാണ്ടൊന്നും കൊടുക്കണ്ടെന്ന്. എന്താ അവസാനം വിറ്റകളെ എന്നെ എടുത്ത് കോണ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. നീ ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു ഒന്ന് കാണണം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. പേടിക്കാനൊന്നുമില്ല. പക്ഷേ 2 ദിവസം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കേണ്ടി വരും. വരട്ടെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അവർ ആരെയും വിടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ലക്ഷ്മിയെ വീട്ടിൽ കൊണ്ടുവിടാം. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. വരൂ. ആരാത്? ആർക്കറിയാം. എന്നാൽ അരിയും കുത്തുകൊണ്ട് ആശുപത്രി കിടക്കുമ്പോ എന്തെങ്കിലും ആവട്ടെ, നീ വാ. ഒന്നും പേടിക്കണ്ട, ഞാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും. സാറിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. പ്രശ്നങ്ങളെ നേരിടുകയല്ലേ വേണ്ടത്. തന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ വെറുത്തു. എനിക്ക് മതിയായി. എക്സ്ക്യൂസ് മീ. ഇയാൾ എന്തിനാ ഇവിടെ? അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. സുഖായി ഇവിടെ. ആ കോളേജിന്റെ വളച്ചിട്ടിന്റെ അകത്തുനിന്ന് എന്ന് പുറത്തോട്ട് ഇറങ്ങിയോ അന്ന് മുതൽ എനിക്ക് സുഖ. ആ കന്നാലിൽ എന്തുട്ടാണ് വിചാരിച്ചേ?
കാന്റീൻ കുട്ടിയെ തങ്ങപടി തണ്ടുന്നോ? അവിടെ മുതലാളിയായിട്ടിരിക്കുന്നതിന് സുഖ മാഷ, ഇവിടെ തൊഴിലാളിയായിട്ടിരിക്കണത്. ഇപ്പം എന്തുട്ടാ വേണ്ടേ? ആദ്യം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായ താ, ബാക്കി പിന്നെ പറയാം. ഒരു മൂന്ന് ചായ. കണ്ടില്ലേ ഒരു ബലിയാടാ, അയാള് പറഞ്ഞ സത്യ. എനിക്കിപ്പോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഞാൻ ആ നരകത്തിലേക്കില്ല. ആ കോളേജ് ഇപ്പൊ എനിക്കൊരു ശ്മശാന. എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ശ്മശാനം. എന്താ സാർ പഠിക്കുന്ന കാലത്ത് സാറിനെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ആവേശം. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പം ഇങ്ങനെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഐ മീൻ ഒരു തരം എസ്കേപ്പിസം. എസ്കേപ്പിസം അല്ലടോ. ആർക്ക് വേണ്ടിയാ ഞാൻ പഠിപ്പിക്കേണ്ടത്? ഈ തെണ്ടുകൾക്ക് വേണ്ടിയോ? ഇവന്റെ ഒക്കെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയോ? അതോ എനിക്ക് വേണ്ടിയോ? വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. ആരുടെയും കുഴപ്പമല്ല, ഈ കാലത്തിന്റെ പ്രത്യേകതയാ. പിന്നെ ഒരു ദിവസം ഞാൻ വരും പഠിപ്പിക്കാൻ. എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഞാൻ വരും. നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം എന്നെ വിളിക്കുന്ന ഓമന പേരാണല്ലോ പൈല. അതുകൊണ്ട് ഇന്ന് പൈലയെ കുറിച്ച് പഠിക്കാം. ആപ്പിൾ സ്നെയിൽ എന്നാണ് പൈലയുടെ കോമൺ നെയിം. സർ, വൺ ഡൗട്ട്. Sit down. Sir. Sit down, I say. Sir. Sit down. Soon he became a very successful. You. Tell me the habitat of Phyla globosa. Stand up when the teacher asks you a question. Tell. Now, answer my question. Where do you find Phyla globosa? In marine water or fresh water? Tell me. Come on. ഫ്രഷ് വാട്ടർ ആണെന്ന് തോന്നുന്നു. തോന്നണ്ട, ശരിയാണ്. എല്ലാവരും കേട്ടല്ലോ. ഇന്ന് ആദ്യമായിട്ടാണ് ഇയാളൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ്. നിങ്ങളകത്ത് കയറിയാൽ എന്തെങ്കിലും സംഭവിക്കും. ഞാൻ പോകാം. സാർ എന്തായി ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. You know the classification of Phyla? Say yes or no. No. അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചകമായി സർ എന്നുകൂടി ചേർക്കണം. Say no, sir. No, sir. That's too bad. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. സർ, ഞാൻ ഈ ക്ലാസ്സിലല്ല സർ. എന്റെ സബ്ജക്ട് സുവോളജി അല്ല സർ. പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതെനിക്ക് നിർബന്ധമാണ്. എന്താ കളിക്കുന്നത്? I'm all right. No. Please. No, I'm all right. Arrest him. No, you can't. വിധേയൻ പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചപ്പോഴും അനന്തനെ കുത്തിയപ്പോഴും ഒന്നും ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യാൻ ആളെ കണ്ടില്ല. ഇവന്മാരൊക്കെ കൂടെ ഒരു അധ്യാപകന്റെ സമനില തെറ്റിച്ചപ്പം ഉടനെ അങ്ങേരെ അറസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുകയോ കേസ് ഫയൽ ചെയ്യാതെ ഞാൻ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാന്നുള്ള വേണ്ടാത്ത പണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാക്കിയിട്ട് നടക്കാൻ നാണമില്ലേ? മിസ്റ്റർ, നിങ്ങൾ ഈ പറഞ്ഞ കേസിലൊന്നും പരാതിക്കാരില്ലെന്ന്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാതെ ഓരോരുത്തർ അറസ്റ്റ് ചെയ്യാൻ എന്റെ അതിൽ കൂടെ വണ്ടി കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഒരു വിദ്യാർത്ഥിയെ കുത്തിയിട്ട് പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും കാശുള്ളവന്മാരുടെയും മക്കളാണെന്ന് അഹങ്കരിച്ച് എന്ത് താന്തോന്നിത്തരവും കാണിക്കുന്ന കുറെ തെരുവ് ഗുണ്ടകൾക്ക് അഡ്മിഷനും കൊടുത്ത് അവരുടെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് നാളെ ഈ രാജ്യം ഭരിക്കുന്നതിന് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിച്ചുവിടുന്ന ഈ സ്ഥാപനം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ തലവനായിരിക്കുന്ന സാറിന്റെ ഉദ്യോഗത്തിന് യോജിച്ച പേര് പ്രിൻസിപ്പൽ എന്നല്ല.
ഇവിടുത്തെ വിദ്യാർത്ഥികളെ പോലെ താൻ തോന്നിയായിരുന്നെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാമായിരുന്നു. പക്ഷെ 4 അക്ഷരം പഠിച്ചു പോയതുകൊണ്ടും സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നതും കൊണ്ടും ഞാനത് പറയുന്നില്ല. രാമേന്ദ്രൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തെ വ്യഭിചരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥാപനമുണ്ടല്ലോ, ഇതിന്റെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്നതിൽ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഞാൻ സംതൃപ്തനാണ്. കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്. രോഗിയായ ഒരു ഭാര്യ, പിന്നെ 2 പെൺകുട്ടികൾ. നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന മനസ്സിലായെന്ന് വരില്ല. നിങ്ങൾ പറയുന്ന താന്തോന്നുകളെ എനിക്ക് പേടിയില്ല. പക്ഷെ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത, ഡൊണേഷൻ വാങ്ങി അവർക്ക് അഡ്മിഷൻ കൊടുത്ത മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഐ വിൽ ബി ഇൻ their bad book. I will be in the MP's bad book. I will be in the ministers and MLA's bad book. Because ഈ താന്തോന്നികൾ അവന്റെയൊക്കെ മക്കളും മരുമക്കളും. പക്ഷെ എനിക്കാരുടെയും ചീത്ത പുസ്തകത്തിൽ സ്ഥലം പിടിക്കാൻ പേടിയില്ല. I will file a case against them and I will see that they will be inside. നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയാൽ മതി. ഇവരൊരു ടാക്സി എടുത്ത് വിട്ടെ. ശരി സാർ. എന്താ ഇത്? സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും യുവമാരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ഥിതിക്ക്. പ്ലാന്റ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് ഇവന്മാരൊക്കെ പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയാ ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും, വിട്ടേരെന്ന്. കാരണം എനിക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെക്കുറിച്ച് ഭയമുള്ളവരാണ്. നാളത്തെ ഈ നാടിന്റെ സ്ഥിതിയെക്കുറിച്ചല്ല, നാളത്തെ അവരുടെ ഭരണ കസേരയെക്കുറിച്ച്. നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് വിങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നത്. യുവത്വത്തിനൊരു എടുത്തിയാട്ടമുണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ പന്ന റാസ്കലുകൾ. കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുക. എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. They are not creating or constructing, they are destructing. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും. നഷ്ടം സാധാരണക്കാരായ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. നേതാക്കന്മാരും കോളേജ് ഗുണ്ടകളും മാസ് കോപ്പിംഗ് നടത്തിയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ക്ലാസ്സോടെ ജയിക്കും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭാവിയിലെ നേതാക്കന്മാരും ഒക്കെ ആയിത്തീരും. ഫോറിൻ കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പണ്ട് ഇവന്മാരോടൊപ്പം ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച, ബസിന്റെ ചില്ലുകൾ ഇവന്മാരോടൊപ്പം ആവേശത്തോടെ എറിഞ്ഞു തകർത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന സാധാരണക്കാർ അവശത കൊണ്ട് കരുവാളിച്ച മുഖവുമായി തെരുവിൽ നിൽക്കുന്നത് ആരും കാണില്ല. ഇതിനൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും, മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും. ഇവരുടെയൊക്കെ ചെരുപ്പ് നിൽക്കുന്ന പട്ടികൾ ഈ നാട്ടിൽ ചില പത്രക്കാര് അവരെഴുതും പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടാണ് കേസുകൾ കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിറക്കാനാ? സോറി, ഞാനൊരല്പം ഇമോഷണൽ ആയിപ്പോയി. കാക്കിയിട്ട ഇമോഷൻസ് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലെന്നാ. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ. ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ. സാർ, ഇതിലെടുപ്പട്ടെ. വരൂ സാർ. Give me back my pistol. I'm sorry. എന്റെ തോക്ക് എനിക്ക് തിരിച്ചു തരണം. എനിക്കതിനുള്ള അധികാരമില്ല.
അല്ല നോക്കിയും കണ്ടൊക്കെ നടന്നില്ലെങ്കിലേ നമ്മൾ അധികം താമസിക്കാതെ ഇതുപോലെ ബാജിയുടെ കുത്തേണ്ടി വരുവേ. ഡോക്ടർ പറഞ്ഞത് 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതിയെന്നാ. പക്ഷെ 3 ദിവസം കൂടി കഴിഞ്ഞാ ലക്ഷ്മി എടുത്ത പെണ്ണ് കാണാൻ ആള് വരും. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ ഇടപാടില്ല. സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തോണ്ട് ഞാൻ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വരാൻ പറ്റാത്തോണ്ട് മാഷ് അവിടെ ഉണ്ടാവണം. അനന്തൻ വിഷമിക്കണ്ട. അനന്തന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ പോരെ? മതി മാഷേ. ലക്ഷ്മി എടുത്തി നേരം വൈകണ്ട, പൊക്കോളൂ. കാലത്തെ പാല് മേടിച്ചു കൊടുക്കാനുള്ളതല്ലേ. വരൂ, ഞാൻ കൊണ്ടുവിടാം. ആ പട്ടരുടെ പെങ്ങളും ചൂടൻ രാമേന്ദ്രനായിട്ട് എന്താണ് ഒരു ലൈൻ? രാമേന്ദ്ര, നിന്റെയോ എന്റെയോ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങും. കക്ഷി വരുന്നുണ്ട്. ആഹാ, ഇയാളാണോ? അതൊന്ന് പൊതിയെന്ന്. ഇതൊന്നും പൊതിയേണ്ട കാര്യമില്ലടൂ. മിഠായി വാങ്ങുന്ന പോലെയല്ലേ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോണേ. എന്നാലും ആൾക്കാരുണ്ടെങ്കിൽ മോശം. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വരുന്ന വഴിക്ക് ഞാൻ കണ്ടു. ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ അത് എഴുതി വെച്ചവര് മാച്ചു കളയാനൊന്നും പോകുന്നില്ല. സത്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നാട്ടുകാരെ അതൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഏതൊരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഉണ്ടായതെന്ന് അറിയാമെങ്കിലും പറയുകയാണ്. സാരമില്ലാന്ന് കരുതിയ വിഷമം കുറെയൊക്കെ മാറിക്കിട്ടും. കരയണ്ട. ഇങ്ങനെ കരഞ്ഞാൽ എന്നെ കുറെ വിഷമിപ്പിക്കാമെന്നല്ലാതെ എന്താ കാര്യം? വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചെന്നും പറഞ്ഞ് എനിക്കൊരു വിഷമവുമില്ല. രാമേന്ദ്രൻ എനിക്കറിഞ്ഞൂടെ? ദേ, വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആരും കാണാണ്ട് ഇപ്പൊ തന്നെ പോയി ആ പെണ്ണിന്റെ പേര് എഴുതിയിരിക്കുന്നൊക്കെ മാച്ച് അവിടെയൊക്കെ എന്റെ പേര് എഴുതി വെക്കാം. എന്താ? ഐഡിയ ഒക്കെ കൊള്ളാം. താനീ പറഞ്ഞത് എന്നെ രക്ഷിക്കാനല്ലെന്നും തന്റെ ഒരു അസൂയ കൊണ്ട് മാത്രമാണെന്നും എനിക്കറിയാം. അസൂയ കൊണ്ട് തന്നെയാ. രാമേന്ദ്രൻ അറിയോ? രാമേന്ദ്രന്റെ പേരിന്റെ കൂടെ വേറെ ഏതൊരു പെണ്ണിന്റെ പേര് എഴുതിയാലും എനിക്ക് സഹിക്കില്ല. പക്ഷേ എനിക്കിഷ്ടമാണെങ്കിലോ? അതുകൊണ്ട് തന്നെയാ വേറെ ആരെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ വെഡിങ് ലെറ്റർ അടിച്ചു കളയാന്ന് വെച്ചത്. സാറിന് ഏതാ വേണ്ടെന്ന് സെലക്ട് ചെയ്യും. തനിക്ക് ഏതാ ഇഷ്ടം? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം സാറിന് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറ. ഇതുപോലെ സിമ്പിളായിട്ട് തനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? അത് തന്നെ മതി. പ്രിന്റ് ചെയ്യുന്നത് ഗോൾഡൻ ലെറ്റേഴ്സിലായാലോ? ശരിയാ, കുറയ്ക്കണ്ട. നമ്മുടെ കല്യാണക്കുറി
സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ, അല്ലേ? വരൂ. ലക്ഷ്മി, ദേ അവര് വന്നു. ഇരിക്കും. അല്ല, നമ്മളാരാ? കുട്ടിയുടെ സ്വന്തക്കാരനാണോ? സ്വന്തക്കാരനാണോ ചോദിച്ചാൽ അല്ല. പിന്നെ ലക്ഷ്മിയുടെ അനിയനില്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? ഞാൻ TK കോളേജിലെ ഒരു ലെക്ചറാണ്, രാമേന്ദ്രൻ. അനന്തൻ എന്റെ സ്റ്റുഡന്റ് ആണ്. ഓഹോ, ഇപ്പൊ ആളെ മനസ്സിലായി. നാട്ടുകാർ പലതും പറഞ്ഞപ്പോ വെറുതെ അസൂയക്കാരെന്തൊക്കെയോ പറയുകയാണെന്ന് കരുതി. എന്തായാലും ഇവിടം വരെ വന്നത് നന്നായി. എല്ലാം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. വാരാ. വല്ലവരും വല്ലതും ഒക്കെ പറയുന്നത് കേട്ട് ഒരു പാവം പെണ്ണിനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് ഇത്ര പ്രയാസം ഉണ്ടെങ്കിലേ തന്നെ തന്നെ കെട്ടിക്കൂടെ? ഇത്രയൊക്കെ നാറിയ സ്ഥിതിക്ക് വല്ലവന്റെ തലയിൽ കെട്ടിയൊക്കെ വന്നിരുത്തി നടക്കേ പ്ലീസ്. ലക്ഷ്മി, 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 കഥ തുറക്കാൻ, കഥ തുറക്കാൻ. ലക്ഷ്മി, ലക്ഷ്മി, കഥ തുറക്കാൻ. സാർ അങ്ങനെ അങ്ങ് പോയാലോ? ഞങ്ങൾ കുറെ നാളായിട്ട് കാണുന്നതാ. രാത്രിയും പകലുമല്ലാതെ ഇവിടെ കയറി ഇറങ്ങി ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചില്ലേ? ഇതിനൊരു സമാധാനം ഉണ്ടാക്കി ഇവിടുന്ന് പോയാൽ മതി. താനും ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്ന് പറയണോ? നാക്കിറങ്ങി പോയോ? ബന്ധം എന്താണെന്ന് പറയാതെ അന്നെ ഇവിടുന്ന് വിടൂല. ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണാണിവള്. എനിക്കിഷ്ടമുള്ളപ്പം ഇവിടെ വരും, പോകും. എന്നെ തടയാൻ ഇവിടെ ഏത് പട്ടിക്കാടാ ധൈര്യം? എന്താ രാമേന്ദ്ര ഇത്? നീ ഈ പറയുന്നത് സത്യമാണോ? അതെ, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. അനാവശ്യം പറയരുത്. ഇത്രയും നാള് സ്നേഹമാണെന്ന് പറഞ്ഞ് കല്യാണം നിശ്ചയിച്ച് ഇൻവിറ്റേഷൻ അടിച്ച് പന്തല് കെട്ടി കഴിഞ്ഞപ്പോ വേറൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പന്തല് വരുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്റെ മകളുടെ ഭാവി എന്താവും? നിങ്ങൾ എന്റെ മാനം കെടുത്തരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. സാറ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാണ്. ഞാനാണ് ആ കുട്ടിയെ നിർബന്ധിച്ച് ക്ലാസ്സിലിരുത്തിയത്. ഞാൻ കാരണമാണ് അവൻ മരണത്തിന് മുഹമ്മരെ കണ്ടത്. ഞാൻ കാരണമാണ് ആ പാവം പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയത്. മിണ്ടാനും മൂളാനും പോലും കഴിയാത്ത ആ പെൺകുട്ടിയെ ഒരുപക്ഷെ ഞാൻ കൂടെ കൈവിട്ടാൽ ആത്മഹത്യ എന്നൊരു വഴി മാത്രമേ അവളുടെ മുന്നിലുണ്ടാകൂ. ഞാൻ പറയുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനില്ലെങ്കിലും മിനിക്കാൻ സർവൈവ്. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന നിനക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് കരുതുന്നു. മനഃപൂർവ്വമല്ല മോളെ, ഞാൻ പറഞ്ഞുപോയി. എന്താ സാർ? ആ രഞ്ജിയും കൂട്ടരും കണ്ടോ? മാനേജ്മെന്റ് റൂമിലുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രാമേന്ദ്രൻ ഇപ്പൊ വന്നത് നന്നായി. വി വർ ഡിസ്കസിംഗ് അബൌട്ട് യു. ഇത്രയും പേരെ കണ്ടപ്പോ തന്നെ അത് മനസ്സിലായി. ഇദ്ദേഹം നമ്മുടെ MB മാത്യു സാർ, രഞ്ജിയുടെ ഫാദർ. ഇവരൊക്കെ മാനേജ്മെന്റിന്റെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരൊക്കെയാണെന്ന് എനിക്കറിയാം. വി കാണ്ട് എൻകറേജ് യു. ഇവിടുത്തെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ നിങ്ങളാണെന്നാണ് ഞാൻ മാനേജ്മെന്റ് കരുതുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോഴൊക്കെ വിട്ടുകൊടുത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാകാൻ വളം വെച്ച് കൊടുത്ത നിങ്ങളല്ലേ? അടുത്ത വർഷം മുതൽ മാർക്ക് നോക്കി, സോറി ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ടങ്, ഡൊണേഷൻ നോക്കി അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ കൂടെ ആരോഗ്യം കൂടെ നോക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടം റൗഡികളെയാണ് നിങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് സൃഷ്ടിച്ചു വിടുന്നെങ്കിൽ അടുത്ത തലമുറ ഈ നാടിന്റെ നിറം ചോര ചുവപ്പാക്കും. അല്ല, ഇപ്പൊ ഇവന്മാരൊക്കെ ചെയ്യുന്നതും ഏതാണ്ട് അതൊക്കെ തന്നെയാണല്ലോ. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണ്. അല്ലെങ്കിൽ ഇവന്മാരുടെ ഒന്നും മക്കൾക്ക് ഗുണ്ടായുസം കാണിക്കാൻ സ്ഥലമുണ്ടാവില്ലായിരുന്നു.
പുറത്തിറങ്ങി വല്ലതും കാണിച്ച നാട്ടുകാർ കൈവയ്ക്കും. മിസ്റ്റർ രാമേന്ദ്രൻ, നാവിന് എല്ലില്ലെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതണ്ട. നിങ്ങൾ രാഷ്ട്രീയക്കാരും ഇതുപോലെ എല്ലില്ലാത്ത നാക്ക് വെച്ചാണ് ഈ നാട്ടിൽ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് കൈയടി മേടിക്കുന്നത്. അതേ എല്ലില്ലാത്ത നാക്ക് വെച്ചാണ് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് വരട്ടെ. രാമേന്ദ്രൻ, നിങ്ങൾ അതിരി കിടക്കുന്നു. ഇവിടെ എന്തിനെങ്കിലും അതിരുണ്ടെങ്കിലല്ലേ സാർ കടക്കാൻ പറ്റൂ. മിസ്റ്റർ, നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ തോന്നിവാസത്തിന് തുള്ളാൻ ഞങ്ങളെ കിട്ടുമെന്ന് കരുതിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആരാ? ലെക്ചർ ഉദ്യോഗം എന്ന് പറഞ്ഞ പിള്ളേരെ തല്ലാനുള്ള ലൈസൻസ് ഒന്നും അല്ല. ഇതെന്താ ഗുരുകുല വിദ്യാഭ്യാസമാണെന്ന് കരുതിയോ? വളച്ചു കെട്ടണ്ട. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോണെന്നായിരിക്കും. അത് വേണ്ട, അതെനിക്ക് കുറച്ചില്ല. ഞാൻ തന്നെ റിസൈൻ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു അന്തസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ തയ്യാറെടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ഞാൻ ജോലി രാജിവെക്കുന്നു. നൗ ഐ ആം എ ഫ്രീ മാൻ. ഇപ്പൊ മുതൽ ഞാൻ ഈ കോളേജിൽ അധ്യാപനമല്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്നെ റൗഡിന്നോ ഗുണ്ടാന്നോ എന്ത് വേണേലും വിളിക്കാം. നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിൽ വിളിപ്പിക്കും. നിന്റെ ഈ തന്ത കണ്ടല്ലോ, നിന്റെയൊക്കെ ഭാഷ പറഞ്ഞ മെമ്പർ ഓഫ് പാർലമെന്റ് മാത്യു സാർ, ഡൽഹിയിൽ നിന്ന് വന്ന് എന്നെ എന്തോ ഷേവ് ചെയ്ത് കളയെന്ന് പറഞ്ഞവൻ, ഇയാളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ തല്ലാൻ പോവാടാ. ഇയാൾ വിചാരിച്ചാൽ എന്നെ ഒരു പുല്ല് ചെയ്യില്ല.
സർ, ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെങ്കിലും പറയട്ടെ ഞാൻ ഈ ചെയ്തത് തെറ്റാണെന്ന്. എങ്കിൽ ആ തെറ്റിന് ഇവർ പറയുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ കോളേജിലെ 5 or 6 തോന്നിവാസികൾ ചേർന്നാണ് പാടുപെട്ട് പഠിക്കാൻ വരുന്ന ഇവരുടെയൊക്കെ ജീവിതം തകർക്കുന്നത്. ഈ നാട്ടിലെ ഓരോ അധ്യാപകനും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് ചെയ്യാൻ കഴിയാത്തതും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മുദ്രകുത്തി എന്നെ ശിക്ഷിക്കാനാണ് ഈ നാട്ടിലെ നിയമം ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശിക്ഷ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ലക്ഷ്മി ഇല്ലേ? ലക്ഷ്മി എടുത്തി ആരോ വന്നിരിക്കുന്നു. എന്റെ പേര് മിനി. ഞാൻ രാമേന്ദ്രന്റെ ഫ്രണ്ടാണ്. വെറും ഫ്രണ്ട് ഒന്നുമല്ല, എ വെരി ക്ലോസ് ഫ്രണ്ട്. നിങ്ങളുടെ കല്യാണത്തിന്റെ ഫുൾ ചാർജ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മി എങ്ങനെ ഇരിക്കുന്നറിയാൻ എനിക്ക് വലിയ തിടുക്കമായിരുന്നു. കണ്ടപ്പോ സമാധാനമായി. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടാവും. ഞാൻ വാചകടിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ ആഭരണവും സാരിയൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കെട്ടാൻ പോണ പെണ്ണിന് ഈ നിറത്തിലുള്ള സാരിയും ഇത്രയും ആഭരണമൊക്കെ വേണമെന്ന് പുള്ളിക്ക് പണ്ടേ നിർബന്ധമാണ്. രാമേന്ദ്രന്റെ ഭാര്യയാകാൻ പോകുന്ന ലക്ഷ്മി ഭാഗ്യവതിയാ. അനന്തന്റെ അസുഖമൊക്കെ മാറിയോ? മാറി. ആ, കല്യാണത്തിന്റെ തലേ ദിവസം ഞാനിങ്ങെത്തും. പെണ്ണിനെ ഒരുക്കാനും താലി കെട്ടാനുള്ള അവകാശം എനിക്കാ. വരട്ടെ. സൗകര്യം കിട്ടുമ്പോൾ ഇനിയും കോളേജ് ചെല്ലണം. യുവമാർക്കിട്ട് 2 കൂടി കൊടുക്കണം. അതിനു മുമ്പ് ഒരു ഫോൺ ചെയ്താൽ ഒരു ഉഴപ്പൊക്കെ ഉഴപ്പി എല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ എത്തിയേക്കാം. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നാട്ടുകാരായി നിങ്ങൾ വേണം ചെയ്യാൻ. പുറപ്പെട്ടെ. എന്തായാലും കുറെ കാശൊക്കെ ചെലവാക്കി പന്തലൊക്കെ കെട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ആ പന്തലിൽ വെച്ച് തന്നെ നടക്കട്ടെ. ദേ, എതിരൊന്നും പറയാൻ നിൽക്കണ്ട. വാശി പിടിച്ചാ ഞാൻ എങ്ങനെയാണെന്ന് സാറിന് തന്നെ അറിയില്ലേ. ഇത് കൊടുത്തോണ്ട് വേണം മണവാളൻ പന്തലിൽ വരാൻ. ദാ, നിങ്ങളുടെ കല്യാണത്തിന് എന്റെ വക ഒരു പ്രസന്റ്. സാറിന് ഇഷ്ടപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള കാർഡ്സ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഗോൾഡൻ ലെറ്റേഴ്സിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. മൈ ഇൻവിറ്റേഷൻ ഫോർ യു. ക്ഷണിക്കണ്ട, വരും. ശിക്ഷിക്കുകയാണല്ലേ? സ്വീറ്റ് റിവെഞ്ച്. ആയിക്കോളൂ. നിനക്ക് സങ്കടമില്ലേ മോളെ?
you.